പ്രൈസ് ലോർഡ്. ജോയ്സ് ടി പ്രൈസ് ദ വിയിലൂടെ ലോർഡ്. ആമേൻ. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അവങ്കിലേക്ക് നോക്കി ഒരു പ്രകാശത്തിലായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മോട് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചാലും നാം ആരും ലജ്ജിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഇന്ന് അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടും സമാധാനത്തോടും ഒക്കെ ക്ഷമയോടും ഒക്കെ കേട്ടിരുന്നാൽ ഓരോ പ്രിയപ്പെട്ടവർക്കും അത് വളരെയധികം ആശ്വാസമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യാൻ കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, എന്തുകൊണ്ട്? സുഖം തന്നെ. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അപ്പായി പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ്. നിന്റെ ദാസിയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവവചനം സംസാരിപ്പാനും കർത്താവ് നടത്തിയ വിധങ്ങൾ സംസാരിപ്പാനും സാക്ഷ്യമൊക്കെയും പറയുവാനുള്ള കൃപ കൊടുത്താട്ടെ. കേൾവിക്കാർക്ക് അത് അനുഗ്രഹമാകട്ടെ. അനേകരെ ക്രിസ്തുവിലേക്ക് സാക്ഷ്യം മുഖാന്തരം കടന്നു വരുവാന് കർത്താവ് ഇടയാക്കട്ടെ. ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ ആന്റി, എന്തുകൊണ്ട്? എവിടെ നിന്നാണ് നമ്മോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞാട്ട്. ഇപ്പോൾ ഞാൻ ഛത്തീസ്ഗഡ് ഡിസ്ട്രിക്ട്, ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ദുർഗ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ദുർഗ് ബിലായ് സ്റ്റീൽ പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടില് ഭർത്താവുണ്ട്, മകളുണ്ട്, മകനുണ്ട്, മരുമകനുണ്ട്, മകളുടെ ഒരു കുഞ്ഞുണ്ട്. മകന്റെ ഭാര്യയും കുഞ്ഞും ഇപ്പം വിദേശത്താണ്, ഇവിടെ ഇല്ല. മകൻ എൻ്റെ കൂടെ ഉണ്ട്. ഇത്രയും പേര് ഞങ്ങളിപ്പം ഇവിടെ ഛത്തീസ്ഗഡില് ഉണ്ട്, ദുർഗിലുണ്ട്. ഞങ്ങള് കുടുംബപരമായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് തിരിച്ചു വിളിച്ച ജീവനുള്ള സാക്ഷികളായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് നിലകൊള്ളുന്നു. ദൈവം ഞങ്ങളെ നടത്തുന്നു. ഞങ്ങൾ നടക്കുകയല്ല, ദൈവം നടത്തുന്നു. ദൈവത്തിന്റെ കൃപ. ആന്റിയെ കർത്താവ് കൊണ്ടുവന്ന വിധങ്ങളും വഴികളും ഇപ്പോൾ നടത്തുന്നതും ഒക്കെ ഞങ്ങൾ കേൾക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ഓക്കെ, ഇനിയുള്ള സമയം ഞാൻ ആന്റിക്ക് നൽകി തരികയാണ്. ആന്റി അതിലേക്ക് പ്രവേശിച്ചാട്ടോ. ഓക്കെ, താങ്ക് യു. ഗ്ലോറി. പ്രൈസ് ദ ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ ജനങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തില് ആദ്യമായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രൈസ് ദ ലോർഡ് അർപ്പിച്ചുകൊള്ളുന്നു. അതിനോടുകൂടെ പുതുവത്സര ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരു വർഷം നമ്മളിൽ നിന്ന് കടന്നുപോയി. നമ്മുടെ ഒരു വർഷം തീർന്നു. കർത്താവ് വരുവാനുള്ള ഒരു വർഷം അടുക്കുകയും ചെയ്തു. 2026 നമുക്ക് സ്വാഗതം ചെയ്ത് 25-നേക്കാട്ടിലും 26 നമുക്ക് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു വർഷമാക്കി തീർക്കണമേ എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഹൃദയംഗമമായ വന്ദനം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലസ് യു എവരിബഡി. ആമീൻ. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. എന്നെ തിരിച്ചുവിളിച്ച ദൈവം, ഈ ദൈവം ആരാണ്? എൻ്റെ ജനനം കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിൽ കോട്ടയം ഡിസ്ട്രിക്റ്റില് കറുകച്ചാൽ വില്ലേജിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പേര് ശാന്തമ്മ, ഭർത്താവിൻ്റെ പേര് ശശി. ഞങ്ങള് എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൊത്തം 10 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയ മകളായിട്ട് ഞാൻ ജനിച്ചു. എനിക്ക് മൂത്ത 2 സഹോദരന്മാരും 5 സഹോദരികളും അച്ഛനും അമ്മയും, ഇങ്ങനെ 10 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലാണ്, ഒരു ബിഗ് ഫാമിലിയിലാണ് എൻ്റെ ജനനം നടന്നത്. ഞാൻ ഏറ്റവും ഇളയ മകളായിരുന്നു. മറ്റുള്ളവരെല്ലാം എന്നെക്കാളും വളരെ പ്രായത്തിന് മുതിർന്നവരായിരുന്നു.
അങ്ങനെ ഞങ്ങള് കുടുംബപരമായിട്ട് പറഞ്ഞാൽ സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. എനി കൊച്ചിലെ ചെറുപ്പത്തിലുള്ള കാര്യം എനിക്കറിയത്തില്ല. എനിക്കൊരു പ്രായമായി ഞാൻ വന്നപ്പോഴെല്ലാം എൻ്റെ സഹോദരങ്ങളൊക്കെ ഗവൺമെന്റ് ജോലിക്കാരും സഹോദരികള് ഗവൺമെന്റ് ജോലിക്കാരും അല്ലാത്തവരെയൊക്കെ ഞാൻ മണ്ടരായിരുന്ന സഹോദരിയൊക്കെ വിവാഹം ചെയ്തു. അങ്ങനെ വീട്ടിൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി ജോലി കിട്ടി, അവർക്ക് പോയി. പിന്നെ അമ്മയും ഞാനും രണ്ട് സഹോദരങ്ങളും. ഒരു സഹോദരൻ ജോലി കിട്ടി, ഞങ്ങൾ അവിടെ നിന്ന് ഒത്തിരി ദൂരെയായി. മൂത്ത സഹോദരനും അമ്മയും അച്ഛനും ഞാനും ഉള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. അപ്പൊ വലിയ പ്രതിഭയായ കുടുംബമൊന്നും അല്ലായിരുന്നു. എന്റെ വീട്ടുകാരൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായിരുന്നു, കമ്മ്യൂണിസം ആയിരുന്നു. അച്ഛനും എന്റെ ആങ്ങളമാരും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായിരുന്നു. അപ്പൊ ഏറ്റവും ഇളയ ആളായി ഞാൻ ജനിച്ചത് കൊണ്ടായിരിക്കും ഞാൻ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ വലിയ ആരോടും വലിയ ഭയമൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഇച്ചിരി ഒരു അധിപ്രസംഗം എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള അധിപ്രസംഗമില്ല. തെറ്റ് എവിടെ കണ്ടാലും, അത് വീട്ടിലാണേലും ആര് തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഞാൻ അതിനെ എതിർക്കുമായിരുന്നു. അത് കുഞ്ഞിലേ ഉള്ള എൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അനീതി കണ്ടാൽ ഞാൻ അവിടെ എതിർക്കും, അത് വീട്ടിലുള്ളവർ ചെയ്താലും. ഈ പറയുന്ന എൻ്റെ നാത്തൂന്മാരാണല്ലോ, രണ്ട് ആങ്ങളുടെ അവരാണെന്ന് പറഞ്ഞാലും ഒരു പോരെടുക്കുകയോ എന്ത് ചെയ്യുകയോ ചെയ്താൽ ഞാൻ അവരോടാണേലും എൻ്റെ സഹോദരങ്ങളോടാണേലും ഒരു പോരും ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ലായിരുന്നു. ഞാൻ അതിനെ എതിർക്കുമായിരുന്നു. ആ സ്വഭാവം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളർന്നു വന്നു. ചെറുപ്പത്തിലെ അപ്പൊ ഭക്തിപരമായ ഒരു ഒരു കുടുംബം അല്ലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ അമ്മ, എൻ്റെ അമ്മ എന്നെ ഞാനാണല്ലോ ഏറ്റവും ഇളയത്, രാമനാമം ജപിക്കാൻ സന്ധ്യയാകുമ്പോൾ, ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. എല്ലാവരും ഈ സയന്റിസ്റ്റുകാരോട് 33,000 കോടി ദേവി ദേവതകളുള്ള ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പൊ എൻ്റെ അമ്മ എന്നെ നാമം ജപിക്കുവാനായിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് വിളിക്കുമായിരുന്നു. അപ്പൊ ഞാനും പോയിരുന്ന് രാമന്റെ നാമം ഒരു ചെറിയ പുസ്തകം വെച്ചത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എനിക്ക് ഒരു അല്പം ചിന്തിക്കാൻ കഴിവായി. ഒരു 10, 15, 8, 9, 10 പഠിക്കാൻ കഴിവായപ്പം മുതല് എനിക്ക് ഈ നാമം ജപിക്കുന്നതിനും ഒക്കെ എനിക്ക് മനസ്സില്ലാതായി. ഞാൻ അതിനെപ്പറ്റി അമ്മയോട് എതിർക്കാൻ തുടങ്ങി. ഇതിൻ്റെ അകത്ത് എന്താ അമ്മേ, ഇതിൻ്റെ അകത്ത് കള്ളത്തരമാണല്ലോ കാണുന്നത്. മറ്റുള്ളവരെ കൊല്ലുന്നത്, ഉപായത്തിൽ കൊല്ലുന്നു അവരുടെ. എന്താണ് ഇത്? നിങ്ങളുടെ ഈ ദൈവത്തെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആ ദൈവത്തെ പേര് പറഞ്ഞാണേലും ഞാൻ അതിലുള്ളതാ. ഞാൻ മതപരമായിട്ടല്ല പറയുന്നത്, ഞാൻ സത്യമാ പറയുന്നത്. എൻ്റെതായ സത്യം ഞാൻ പറയുകയാണ്. എനിക്ക് അവരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ആണേലും ആ വിധത്തിൽ ദൈവങ്ങളെ ഒന്നും ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നാമത്തെ ഒരു ജീവിതം എന്താന്ന് ചോദിച്ചാൽ, അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതേപ്പറ്റി പറഞ്ഞാൽ, ഞാൻ പിണങ്ങാനുള്ള ഒരു കാര്യം ഭഗവാനായിട്ട് എങ്ങനെയാണ് വിളിക്കുന്നത്? സ്വന്തം ഭാര്യയെ ഇവര് വനത്തിൽ കൂടി പോയി ജീവിച്ചതിന് ശേഷം അഗ്നി സാക്ഷിയായിട്ടാണ് സ്വന്തം ഭാര്യയെ ഭവനത്തിൽ കൊണ്ടുവന്നതിന് ശേഷം പൂർണ്ണ ഗർഭിണിയായിരുന്ന ഭാര്യയെ തൻ്റെ അനിയന്റെ കൊടുത്തു വിടുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. ഇത് ഏത് സ്ത്രീയാണ് ഇതിനെ അംഗീകരിക്കുന്നത്? അങ്ങനെ ഒരാളെ ദൈവം എന്ന് അല്ലെ ഭഗവാൻ എന്ന് ആരാ വിളിക്കുന്നത്? എന്നെ കൊണ്ട് അത് പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, ഈ ഭഗവാനെ എനിക്ക് വേണ്ട. സ്ത്രീകളോട് ഇത്ര വലിയ അത്യാചാരം ചെയ്ത, ഇത്ര വലിയ ക്രൂരത ചെയ്ത ഒരാളെ, എന്നിട്ട് അനിയൻ കരുണ കാണിച്ച് ചേട്ടത്തിയെ കൊല്ലാതെ ഉപേക്ഷിച്ചിട്ട് പോന്നു. അങ്ങനെയുള്ള ഒരാളിനെ ഒന്നും ഞാൻ ദൈവമായിട്ട് വിളിക്കുകയല്ല. എന്നെ കേൾക്കുന്ന ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് അവരെ ഇഷ്ടമല്ല. പെണ്ണുങ്ങളോട് ചെയ്ത ക്രൂരതയാണത്. അതുകൊണ്ട് അതിനെ ഞാൻ നിരസിച്ചു. ദൈവങ്ങളെ, മനുഷ്യരെക്കാട്ടിലും കഷ്ടമായ സ്വഭാവമുള്ള ദൈവങ്ങളെ എനിക്ക് വേണ്ട അമ്മേ എന്ന് ഞാൻ അമ്മയെ എതിർക്കാൻ തുടങ്ങിയപ്പം എൻ്റെ അമ്മ എന്നോട് വദ്യപ്രസംഗി, നീ ദൈവത്തെ ഭയക്കാൻ. ഞാൻ പറഞ്ഞ്, ഒരു ശക്തിയുണ്ട്, അതെനിക്കറിയാം. പക്ഷെ അത് നിങ്ങളുടെ ദൈവമൊന്നും അല്ല. ഈ ആകാശത്തെ ഉണ്ടാക്കിയതും ഈ ഭൂമി കാണുന്നതൊക്കെ ഉണ്ടാക്കിയതിനൊരു ശക്തി ഉണ്ടെന്ന് എത്ര ഒരു പൊട്ടനാണെങ്കിലും നമുക്ക് ഈ ആകാശത്തെ നോക്കുമ്പോൾ മനസ്സിലാകും ഇതിന് അപ്പുറം ഒരു ശക്തി ഉണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, ഞാനതിൽ വിശ്വസിക്കുന്നു, ഒരു ശക്തി ഉണ്ട്. അപ്പൊ ആ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി എന്നോട് തന്നെ, ഈ ആകാശത്തെ ഉണ്ടാക്കിയത് എങ്ങനെ? ആരുണ്ടാക്കി? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ പോകും? അതോ ഈ ആകാശമണ്ഡലത്തിൽ അങ്ങ് ലയിച്ച്? ഇതൊക്കെ എനിക്ക് അന്നേ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു.
ചെറുപ്പത്തിൽ തന്നെ. പക്ഷെ ഞാൻ ഹിന്ദു ദൈവങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു. അമ്പലവും ഇല്ല, പള്ളി എന്ന് പറഞ്ഞാൽ എന്നാൽ യേശു ക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ്. കാര്യം ഞങ്ങളുടെ 4 ചുറ്റിലും ക്രിസ്ത്യാനികളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് പല വിധത്തിലുള്ള ക്രിസ്ത്യാനികളാണ്. റോമൻ കാത്തലിക്സ് ഉണ്ട്, യാക്കോബയുണ്ട്, മാർത്തോമയുണ്ട്. ഇതിൻ്റെ ഇടെ പെന്തക്കോസ്തുകാരും ഉണ്ടായിരുന്നു. അവരെ ഇങ്ങനെ കവലകൾ തോറും കൈകൊട്ടി പാടി ഓണ സമയത്തൊക്കെ പാടി നടക്കുന്നതൊക്കെ അവരുടെ കാതേരുമില്ല, കഴുത്തേരുമില്ല. അയ്യോ പാവങ്ങള്, ഇവർ ഒരേ ദൈവത്തെ വലിയ വലിയ പണക്കാര്, റോമൻ കാത്തലിക്സൊക്കെ പണക്കാരും ഈ ക്രിസ്തുവിനെ തന്നെ വിളിക്കുന്നു. എന്നാൽ ഈ പാവങ്ങള് കരുത്തേരുമില്ല, കാതേരും ഇല്ലാതെ ഈ പാവങ്ങള് ഇങ്ങനെ നടന്ന് അന്ന് അറിയത്തില്ലല്ലോ ഇത് എന്താണെന്ന്, കയ്യും കൊട്ടി നടക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ കളിയാക്കി ഹിന്ദുക്കളൊക്കെ പാടുന്നതും കേൾക്കാം. പെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മീനും തിന്നണം, കപ്പയും മീനും ഉള്ള വീട് നോക്കി യോഗം കൂടണം. അപ്പൊ ഇങ്ങനെ യോഗം കൂടി ഇവരിങ്ങനെ തിന്ന് നടക്കുന്നവരാണ്. അന്നേ ഒരു ചിന്തയുണ്ട്. അപ്പൊ അവര് പറയുന്നത് സുശേഷം ഒന്നും പറയുന്നില്ല, കൈ കൊട്ടുന്നു. അപ്പൊ എന്റെ വിചാരം എന്താ, അത് ക്രിസ്ത്യാനിയുടെ ദൈവം, നമുക്കതിലെന്താ കാര്യം? നമുക്ക് 3030 ദേവി ദേവതകൾ ഉള്ളപ്പം ഈ ക്രിസ്ത്യാനിയുടെ ദൈവവുമായിട്ട് നമുക്ക് എന്താണ് ആവശ്യം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ എന്നാലും ഈ ക്രിസ്ത്യാനിയുടെ ദൈവം എങ്ങനെ എന്റെ ദൈവം ഇപ്പൊ ആയെന്നുള്ളതാണ് എന്റെ സാക്ഷ്യം. അതെ, ക്രിസ്ത്യാനിയുടെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു നടന്നിരുന്ന ഈ ക്രിസ്ത്യാനിയുടെ ദൈവത്തെ ഇപ്പൊ ഞാൻ ബൈബിൾ എടുത്ത് പ്രചരിപ്പിച്ച് നടക്കുന്നു. ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. എങ്ങനെയായി? ഇതാണ് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അന്നിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അമ്പലത്തിൽ പോകുന്നുമില്ല. ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ആ പരിപാടിയൊന്നുമില്ലായിരുന്നു. ജാതിയില്ല, മതമില്ല, ഒരേ ജാതി ഒരേ മതം, ഇതൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ വിശ്വാസം. ഒരു ജാതി മതത്തിലും ഒന്നും വിശ്വാസിച്ചില്ല. അപ്പൊ ഈ ക്രിസ്തുവിനെ എനിക്ക് ഉള്ളിൽ സ്നേഹമായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ ദൈവം ഇങ്ങനെയൊക്കെ അവരുടെ സ്വഭാവം വഷളായ സ്വഭാവം, മനുഷ്യരെക്കാട്ടിലും കഷ്ടമായ സ്വഭാവം. എന്നാൽ യേശുവിനെ പറ്റി അവരുടെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഞങ്ങൾക്ക് അവരുടെ ഒക്കെ പലഹാരങ്ങൾ കൊണ്ട് തരികയും അവരെ ഇങ്ങനെ പാന വായിക്കുന്നതും ഒക്കെ കേൾക്കുന്നുണ്ട് ക്രൂശിക്കപ്പെട്ട സമയത്ത്. അപ്പൊ ഈ ക്രൂശിത രൂപവും ഒക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ആ ക്രിസ്തുവിനോട് ഇതെന്താണെന്ന് അറിയാനൊരു ആഗ്രഹം തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു, ജീവൻ കൊടുത്തു, അത് ക്രിസ്ത്യാനികളുടെ ദൈവം. എത്ര നല്ല ദൈവമാ! ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞ ചെറുപ്പത്തിലെ ആ ക്രൂശിത രൂപവും ക്രൂശും ഒക്കെ. അങ്ങനെ ഞാൻ വളർന്നു, അധിപ്രസംഗിയായിട്ട് തന്നെ വളർന്നു. എൻ്റെ ഹൈസ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞു, കോളേജ് വിദ്യാഭ്യാസം തുടങ്ങി. ആ കോളേജ് വിദ്യാഭ്യാസം അങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ ഫിലോസഫി എടുത്താണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത്. അപ്പൊ ഫിലോസഫി എടുത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം പ്രൊഫസർ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, ലെക്ചർ തരികയാണ്. ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്ന് ലെക്ചർ തരുമ്പോൾ ഈ പ്രൊഫസർ പറഞ്ഞു, ഈ മതം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്താനുള്ള പല വഴിയാണ്. നമ്മൾ പല വഴിയിൽ കൂടി സഞ്ചരിക്കുന്നെങ്കിലും നമ്മളുടെ ലക്ഷ്യം ഒന്നാണ്. അതിനുള്ള പല വഴികളാണ് മതം. അപ്പൊ ഏത് മതത്തിൽ കൂടി പോയാലും നമ്മുടെ ലക്ഷ്യം മോക്ഷം പ്രാപിക്കുക എന്നുള്ളതാണ്. ആ മോക്ഷം പ്രാപിക്കാനുള്ള പല വഴികളാണ് ഈ മതം എന്ന ആ പ്രൊഫസർ അന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഉള്ളില് ഞാൻ ഇങ്ങനെ പറയുക, അങ്ങനെയാണെങ്കിൽ ഏതു മതത്തിൽ കൂടെയും അവിടെ എത്താം എന്നുണ്ടെങ്കിൽ, മോക്ഷം പ്രാപിക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്രിസ്ത്യാനിയുടെ ദൈവത്തിന്റെ കൂടെ ഞാനങ്ങ് പൊക്കോളാം. ചുമ്മാ പറയുക. അത് ക്രിസ്ത്യാനിയുടെ ദൈവം ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ക്രിസ്ത്യാനിയുടെ ദൈവം അന്ന് മാത്രം അറിയാം. ഞാൻ അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിയുടെ ദൈവത്തിന്റെ കൂടെ ഞാനങ്ങ് പൊക്കോളാം എന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു. വിദ്യാഭ്യാസം കഴിഞ്ഞു, ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. അപ്പം മുന്നോട്ടൊന്നും ഒന്നുമില്ല. പിന്നെ അങ്ങനെ അപ്പൊ ആങ്ങളമാരെല്ലാം വിവാഹം കഴിഞ്ഞു, പെങ്ങന്മാര് ചേട്ടത്തിമാരെല്ലാം പോയി, ഞാൻ വീട്ടില് ഒറ്റയ്ക്കായി. അങ്ങനെ 81 സമയമായപ്പോ പിന്നെ എൻ്റെ വിവാഹത്തിന് ഉള്ള സമയമായി. അങ്ങനെ 81 എനിക്ക് തക്കതായ ഒരു തുണയെ ദൈവം തന്നു. ദൈവം അവിടെ വെച്ച് തന്നെ യോജിപ്പിച്ച് വിട്ടതാണ് ഒരു തുണ. ആ തുണയെ 81 ഏപ്രിൽ മാസത്തില് ദൈവം എനിക്ക് തരികയാണ്. ഞങ്ങൾ അങ്ങനെ വിപ്ലവകരമായിട്ട് തന്നെയാണ് ആ തുണയെ എനിക്ക് ദൈവം തന്നത്. അങ്ങനെ ആണ്
അങ്ങനെ ഞങ്ങളെ ദൈവം ഒരുമിച്ചു. ദൈവത്തിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ വീട്ടുകാരെ ഒന്ന് സമ്മതിച്ചൊന്നും ഈ എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് ദൈവിക നിശ്ചയമാണ്. ഇപ്പോഴാണ് കണക്ക് കൂട്ടുമ്പോൾ മനസ്സിലാകുന്ന, അയ്യോ ഇതല്ല ദൈവിക നിശ്ചയം. കാര്യം രണ്ടുപേരും അധിക പ്രസംഗികള്, രണ്ടുപേരും മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. എൻ്റെ ഭർത്താവ് ഒരു എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവവും ഇല്ല. ഒരു ക്രിസ്ത്യാനിറ്റി ഈസ് എ ക്യാൻസർ എന്നാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയുമില്ല, അമ്പലവുമില്ല, മസ്ജിദുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ട. എൻ്റെ ഭർത്താവ് ആദ്യം CRPF ആയിരുന്നു, പോലീസിൽ 8 വർഷം ജോലി ചെയ്തു, റിസൈൻ ചെയ്തിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഞങ്ങൾക്ക് കേരളത്തിൽ വർക്ക്ഷോപ്പായിരുന്നു. വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഞങ്ങളെ ഒന്നിക്കുന്നത്. അങ്ങനെ ഒന്നിച്ച് ഞങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു, കട്ടപ്പന അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് ദൈവം അവിടുന്ന് ഞങ്ങളെ ഡയറക്റ്റ് വിട്ടത് ഈ ദുർഗിലേക്കാണ്. ദുർഗ് മധ്യപ്രദേശ്. അന്ന് ഇത് മധ്യപ്രദേശാണ്, ഛത്തീസ്ഗഡ് ആയിട്ടില്ല. 81 ഒക്കെ ഇത് മധ്യപ്രദേശിലേക്ക്. അന്ന് ഞങ്ങളുടെ ഭർത്താവിൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇവിടെ ബിലാസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സഹോദരനോട് പറഞ്ഞു, സഹോദരനെ ഞങ്ങൾക്കൊന്ന് കറങ്ങാൻ വരണമെന്ന് പറഞ്ഞപ്പം സഹോദരൻ പറഞ്ഞു, അതിനെന്താ ശശി നീ വാടാ എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചതാ. ഞങ്ങളെ വിളിച്ചു. ഞങ്ങള് ഛത്തീസ്ഗഡിലെത്തി. ഇവിടെ ദുർഗ് തന്നെയാണ് എത്തിയത്. ദുർഗ് ബിലായിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഒരു അനിയനെ ഇവിടെ കണ്ടുമുട്ടാനിടയായി. ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചു. അപ്പൊ ജ്യേഷ്ഠൻ ഞങ്ങളെ കാണാൻ വന്നു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകാനായിട്ട് വന്നത്. അവിടെയൊക്കെ അപ്പൊ വർക്ക്ഷോപ്പ് വേറെ അവിടുത്തെ മേസ്ത്രിയെ ഏർപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകാനായിട്ട് വന്നതാ. ആ തിരിച്ചു പോകാൻ വന്ന ഞങ്ങളെ എന്ത് ചെയ്യാനാ? നമ്മൾ വിളിക്കുന്ന ദൈവം, ഓ പ്രൈസ് ദി ലോർഡ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ ഈ ദൈവം, ജീവനുള്ള ദൈവം, സർവശക്തൻ, സർവജ്ഞാനി, അവൻ വിഗ്രഹമല്ല. അവൻ ഹല്ലേലൂയ ഗ്ലോറി വിഗ്രഹമല്ല, ജീവനുള്ള ദൈവം. ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കയറിട്ട് കെട്ടി തന്നെ ദൈവത്തിന്റെ സൈഡിൽ കൊണ്ടുവരും. ഇതൊന്നും അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ക്രിസ്ത്യാനിറ്റി ഈസ് എ ക്യാൻസർ എന്ന് പറയുന്ന ഭർത്താവ് എനിക്ക് ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ ഇഷ്ടമാണ്. അങ്ങനെ ജീവിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ 81 എല്ലാം കളഞ്ഞ് 81 ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ ഭർത്താവ് ഇവിടുന്ന് ജോലിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ സൂപ്പർവൈസറായിട്ടും അത് ഇത് എല്ലാ ജോലിയും അറിയാം പുള്ളിക്ക്. ഡ്രൈവറായിട്ട് കാർപ്പൻട്രി ജോലിയാണ്, കാർപ്പൻറ്ററാണ്, എല്ലാ ജോലിയും ചെയ്യാനായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ജീവിക്കുക. 81 തൊട്ട് എങ്ങനെയാ ജീവിക്കുന്നേ? ഇനി അന്യജാതികൾ എങ്ങനെയാ ജീവിക്കുന്നേ? അതേപോലെ സെയിം ജീവിതം ഞങ്ങളുടെ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ലോകപരമായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്നത്, അവർക്ക് കഞ്ചാവ് വേണം, കള്ള് വേണം, അവർക്ക് ചീട്ടുകളി, അവർക്ക് എന്തൊക്കെയാണ് അവരിൽ ഇല്ലാത്തത് എല്ലാം ഉണ്ട് ഇന്നത്തെ ജനങ്ങൾക്ക്. അതെല്ലാം ഉണ്ട്. അതുപോലെ ഒരു ജീവിതമാണ് ഞങ്ങളും നയിച്ചു വന്നത്. എൻ്റെ ഭർത്താവിന് കഞ്ചാവില്ലാതെ ജീവിക്കാൻ വയ്യായിരുന്നു. എൻ്റെ വീട്ടിൽ ആ സമയത്ത് നോക്കുവാണെങ്കിൽ എൻ്റെ മേശപ്പുറത്ത് ഒത്തിരി കൂട്ടുകാര് മലയാളികളും ഉണ്ട്. മലയാളി കൂട്ടുകാര് ഉള്ളവരെല്ലാം അന്ന് മലയാളികളുടെ നേതാവാണ് ഞങ്ങള്. ഞങ്ങളുടെ വീട്ടിൽ ആ മലയാളികളുടെ കുടുംബസമേതം വരുന്നത്. ഞങ്ങളാണ് അന്നത്തെ നേതാവ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരിന്ന് ചീട്ട് കളിക്കും. അവരെല്ലാം കോൺട്രാക്ടേഴ്സ് ഒക്കെയാണ്. പണിക്ക് ലേബേഴ്സിനെ ആക്കിയിട്ട് ഇവരവരുടെ പണി നോക്കും. സമയത്തിനെ ഒന്ന് നോക്കിയാൽ മതി. അപ്പം അങ്ങനെ എൻ്റെ ഭർത്താവും അങ്ങനെയാ. പണിയാരെ ഏർപ്പെടുത്തിയിട്ട് ഇതേ പണിയാണ് ചീട്ടുകളി. അതിൻ്റെ ഇടയ്ക്ക് ബീഡി, സിഗരറ്റും, വിക്സി, ബ്രാൻഡി എല്ലാമാണ് എൻ്റെ വീട്ടിൽ അന്നുള്ള മേശപ്പുറത്ത് കാണുന്നത് സാധനങ്ങൾ. ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇതാണ് ജീവിതം. തിന്നുക, കുടിക്കുക, മരിക്കുക. സെയിം ഇന്നത്തെ ജീവിതം. മൃഗത്തെ പോലെയുള്ള ജീവിതം അന്ന് ഞങ്ങളും ജീവിച്ച് ഇഷ്ടം പോലെ ജീവിച്ചു. 81 തൊട്ട് 93 വരെ അതേ ജീവിതം ഞങ്ങൾ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചു. 82 എനിക്കൊരു മകളുണ്ടായി, 84 ഒരു മകനും ഉണ്ടായി. അങ്ങനെ 2 കുട്ടികളും ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ കഴിഞ്ഞ് പോവുകയാണ്. ഒരു വ്യത്യാസവും ഇല്ല. 81 തൊട്ട് 93 വരെ
ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിച്ചു വരികയാണ്. അപ്പം ദൈവത്തിൻ്റെ സമയം നമ്മളെ ദൈവം അഴിച്ചു വിട്ടേക്കുകയാണ്. അപ്പോൾ ഒരു ദൈവത്തിനൊരു സമയമുണ്ട്, നമ്മളെ പിടിച്ചു കെട്ടാനുള്ള സമയം. ആ സമയം ഏതാണ്ട് എൻ്റെ ഭർത്താവിനെ, ഒരു ദൈവവും ഇല്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ തന്നെ ദൈവം ആദ്യം പിടിച്ചു ഈ ജീവനുള്ള ദൈവം. അപ്പം ഇങ്ങനെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തില് അതിന്റെ 15:16 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഇതൊന്നും അന്ന് അറിയത്തില്ല. സമയമായി 90. അപ്പൊ ഞങ്ങളുടെ കൂടെ ഒരു സഹോദരൻ വരുമായിരുന്നു, യഹോവ വിറ്റ്നസ് സഹോദരനാ. അപ്പൊ അവർക്ക് കള്ളൊക്കെ കുടിക്കുന്നതിനും കുഴപ്പമില്ല, അവർക്ക് അതെല്ലാം ചെയ്യാം. ഇവരാരാന്ന് ഞങ്ങൾക്ക് അന്ന് അറിയത്തില്ല. ക്രിസ്ത്യാനിയാന്നാ ഞങ്ങൾ വിചാരിച്ച, യഹോവ വിറ്റ്നസ് ക്രിസ്ത്യാനിയുടെ ഒരു ഭാഗം. ആ അച്ചായൻ വന്ന്, അപ്പൊ ഈ ശശി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശശിയുടെ സ്വഭാവം കണ്ടു, ഒരു ദൈവവും ഇല്ല വിശ്വാസം. ഇങ്ങനെ എന്താണ് ഈ പാവപ്പെട്ടവരെ ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഭിക്ഷക്കാരെ, പണക്കാരെ, പാവപ്പെട്ടവർക്ക് എന്തുകൊണ്ട് ഒരു ജീവിതമില്ല? ഒരു ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ശശിക്ക് ഭയങ്കര വിപ്ലവകരമായ ചിന്ത എൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ ഉണ്ടായി. അതുകൊണ്ട് ഇവിടെ പണമുള്ളവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പാവങ്ങൾ ഒന്നുകൂടെ പാവങ്ങളായിട്ട് പോകുന്നു, പണക്കാരൊന്നുകൂടെ പണക്കാരായിട്ട് പോകുന്നു. എന്നിട്ട് അച്ചായൻ ഒന്ന് കളയച്ചായ ഈ ദൈവത്തിന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞ് അച്ചായനോട് എതിർക്കുമായിരുന്നു. അന്നേരം ആ അച്ചായൻ പറയാം, അങ്ങനെ അല്ലടാ ശശി, നീയേ നോക്കേ, ഒരു സമയം ഇവിടെ വരും, ദൈവത്തിന്റെ രാജ്യം ഇവിടെ വരുമ്പോഴേ നീ പറയുന്ന ആ സമത്വം ഇവിടെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. ഓ, ദൈവത്തിന്റെ രാജ്യം, അതൊക്കെ ചുമ്മാ പറയുന്നതാ എന്നും പറഞ്ഞ് അങ്ങ് പോയിട്ടല്ല ശശി, നിന്റെ വീട്ടിലേക്ക് ഞാൻ 2 പേരെ അയക്കാം, ഒരു സഹോദരനെ സഹോദരിയെയും. അവര് പറയുന്നവരൊന്നുമല്ല, അവരൊന്നും പറഞ്ഞുമില്ല. സഹോദരൻ അവർ വരുമ്പോ അവിടെ ഇരിക്കത്തുമില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇവര് സുവിശേഷം പറയാനായിട്ട് വരുവാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ വന്നപ്പം ഈ സഹോദരിയും കൂടെ വന്നു, ഒന്നും പറഞ്ഞില്ല. 1-2 പ്രാവശ്യം വന്നപ്പോൾ സഹോദരൻ ഇരുന്നുമില്ല, അവര് സുവിശേഷം പറയാൻ വരുവാന്ന് പറഞ്ഞ്. പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞ, അവര് ഇത്രയും ദൂരേന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് ഒന്നിരിക്കേ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു പ്രാവശ്യം അവരിരുന്നു. അങ്ങനെ ഇരുന്നപ്പം അല്ലേലൂയ, ആ സഹോദരിയും 2 പുസ്തകം എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ പുസ്തകം എടുത്ത്, ഞങ്ങൾ ലൈബ്രറിക്കാരാ, ഭയങ്കര എല്ലാ ഹിന്ദി നോവൽസ് വായിക്കുന്ന ആൾക്കാരാ ഞങ്ങള്. അപ്പൊ അത് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ എടുത്ത ലൈബ്രറിയുടെ കൂടെ എടുത്തു വെച്ചു പുസ്തകത്തിന്റെ കൂട്ടം. അപ്പൊ അങ്ങനെ സമയം വന്നപ്പം ഈ പുസ്തകം തന്നിട്ട് പോയി. ആ പുസ്തകത്തിന്റെ പേര് ജീവിതം ഇവിടെ എങ്ങനെ ഉണ്ടായി, ജീവൻ ഇവിടെ എങ്ങനെ ഉണ്ടായി. ഇത് പരിണാമത്തിൽ കൂടി വന്നോ അതോ സൃഷ്ടിയാണോ? How did it exist here? Is it evolution or creation? ആരെങ്കിലും സൃഷ്ടിച്ചതാണോ അതോ റെവല്യൂഷനിൽ കൂടി വന്നതാണോ എന്നുള്ളതാണ് ആ പുസ്തകം. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ കഞ്ചാവ് അടിച്ചിരുന്നപ്പോഴാ വിചാരിച്ചു, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച പുസ്തകമല്ലേ, ഇതെടുത്തൊന്ന് വായിച്ചു നോക്കിയിട്ടേ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് എന്താവാ ഉണ്ട്. കയറ് കെട്ടാനുള്ള സമയമായി, നമുക്കറിയത്തില്ല, നമ്മളെ അഴിച്ചു വിട്ടിരിക്കുകയാണ് ദൈവം. അങ്ങനെ വായിച്ച് എടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ വായിച്ചപ്പോൾ ബൈബിള് വേണം. അപ്പൊ ബൈബിള് വീട്ടിൽ ഓൾറെഡി ഉണ്ട്. ഉടനെ ബൈബിളെല്ലാം തൂത്ത് തുടച്ചെല്ലാം എടുത്ത് വായന തുടങ്ങി. ഈ വായന തുടങ്ങി വന്നപ്പം പഴയ നിയമത്തിലെ പ്രവചനം എവിടെ സത്യമായിരിക്കുന്നു എന്ന് ഈ പുസ്തകത്തിൽ തെളിയിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ കാര്യം, യഹോവ വിറ്റ്നസ്സുകാർക്ക് പഴയ യഹോവയാകുന്ന ദൈവമാണ്, അവർക്ക് ക്രിസ്തു ഇല്ല. ഇതൊക്കെ ഇപ്പോഴാ മനസ്സിലായത്, അന്ന് മനസ്സിലായില്ല. അവർക്ക് ക്രിസ്തു ദൈവമായിട്ട് അവർ അംഗീകരിക്കത്തില്ല, യഹോവയാം ദൈവം. അപ്പൊ പഴയ നിയമത്തിലെ കാര്യങ്ങൾ മൊത്തം ഈ പുസ്തകത്തിൽ അതിന്റെ എവിടെ സംഭവം നടന്നു അതിന്റെ വിവരിച്ച് അതിന്റെ എല്ലാ ഇതിലും ഇട്ടപ്പം സഹോദരനൊരു തോന്നി, ഇതിലെന്തോ ഒരു ഇതുണ്ടല്ലോ, എന്തോ ഇതിന്റെ അകത്തുണ്ട് എന്നും പറഞ്ഞ് സഹോദരൻ പുസ്തകം കണ്ടിന്യൂസ് വായിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. രാത്രി പകരം പിന്നെ ബൈബിള് താത്തു വെച്ചിട്ടില്ല, പിന്നെ ബൈബിള് വായനയായി. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ബൈബിള് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് നാട്ടിൽ അമ്മ 93 ലാസ്റ്റിലായപ്പം നാട്ടിൽ അമ്മ മരിക്കുകയാണ് പുള്ളിയുടെ. അപ്പൊ ഈ അമ്മയുടെ കാര്യത്തിന് വേണ്ടി പോയപ്പം ഈ ട്രെയിനെ വെച്ച് ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അത് ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ബോർച്ചിലാണ് താമസിക്കുന്നത്. ഇവിടുന്ന് തന്നെ
ദുർഗിന്ന് തന്നെ ട്രെയിനിൽ കയറിയ ഒരു സഹോദരനാ. അപ്പൊ ഇങ്ങനെ ഇവര് തമ്മിൽ ഇങ്ങനെ അടുത്തടുത്തിരുന്നപ്പം ഈ പുള്ളിക്കാരൻ പരിചയപ്പെട്ടു. നിന്റെ പേര് ചോദിച്ചപ്പോ ശശിയാ. ഈ ശശി എങ്ങനെയാ ഈ ബൈബിള് വായിക്കുന്ന നീ സഹോദരൻ ചോദിച്ചു. നീ ഹിന്ദു അല്ലയോ, നീ പിന്നെ എങ്ങനെയാ ഈ ബൈബിള് വായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാന് ബൈബിള് വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇങ്ങനെ ബൈബിളിലെ കാര്യങ്ങൾ ഈ പുസ്തകം അനുസരിച്ച് വായിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ഒരു സത്യം ഈ ബൈബിളിൽ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ ആ പുള്ളിക്കാരൻ അപ്പൊ ഇവിടുന്ന് പോകാൻ 36 മണിക്കൂർ വേണം കേരളം എത്താൻ ദുർഗീന്ന്. മൂന്നാമത്തെ ദിവസം അങ്ങ് ചെല്ലത്തുള്ളൂ. അത്രയും സമയം കൊണ്ട് ഈ മനുഷ്യൻ യേശുവിനെ പറ്റി പുള്ളിക്കാരന് പറഞ്ഞു കൊടുക്കുകയാണ്. പുതിയ നിയമം നീ വായിക്കണം, യേശു ക്രിസ്തു അതാരാണെന്നും എന്താണെന്നും സ്നാനം ചെയ്യേണ്ട കാര്യം മൊത്തം ഈ പുള്ളിക്കാരന് നോക്കിക്കണം. ഓരോ ദൈവം കയറിട്ട് പിടിച്ച വഴി എങ്ങനെയാണ് വഴി ഉണ്ടാക്കുന്നതെന്ന് അത് അവിടെ ചെന്ന് പിന്നെ ഇങ്ങനെ നോക്കി തിരിച്ചു വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരനെ കണ്ടു. അപ്പൊ ഒരു പുസ്തകം വാങ്ങിക്കാനുള്ള പൈസ സഹോദരൻ കൊടുത്തു. ഒരു പുസ്തകം ബൈബിളിന്റെ ഡിക്ഷണറി വായിച്ച് നീ വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞപ്പോ യേശു ക്രിസ്തുവിനെ അറിയണം. പിന്നെ പുതിയ നിയമം വായിക്കാൻ തുടങ്ങി. പുതിയ നിയമം വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം വന്നപ്പോ പുള്ളിക്ക് സംശയം തുടങ്ങി, ഇതെപ്പോ നടക്കേണ്ടതാണ്. അപ്പൊ ഞങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഒത്തിരി പേരുണ്ട്, പെന്തക്കോസ്തുകാര് തന്നെ. അപ്പൊ ഒരു സഹോദരൻ വീട്ടിൽ വന്നപ്പം ഈ പുള്ളിക്കാരൻ ചോദിച്ചു, ബ്രദറെ ഈ 24 അധ്യായത്തിലെ ഇത് എപ്പോ സംഭവിക്കാനുള്ളതാ, സംഭവിച്ചു കഴിഞ്ഞതാണോ, ഇതേപ്പറ്റി എനിക്കൊന്ന് മനസ്സിലാക്കി തരണം, ബൈബിളിൽ നിന്ന് എനിക്ക് ഭയങ്കര സംശയം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞങ്ങളുടെ ഒരു പാസ്റ്ററുണ്ട്, ഞാൻ പാസ്റ്ററെ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ പാസ്റ്റർ, ചെറുപ്പക്കാരനായ പാസ്റ്ററാ, നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് ഈ സഹോദരൻ ചെന്ന് പാസ്റ്ററോട് പറയുകയും 2 മണിക്കൂറിനുള്ളിൽ ഈ പാസ്റ്റർ വീട്ടിലെത്തി. അത് അങ്ങാപ്പൊരു ആത്മാവിനെ കിട്ടുന്നതല്ലേ ഇതൊക്കെ അന്നറിയാമോ? 2 മണിക്കൂർ കഴിഞ്ഞില്ല, ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ വീട്ടിൽ വന്ന് നിന്നിട്ട് ചോദിച്ചു, ശശി ബ്രദറിന്റെ വീടാണോ? അതെ, ഞാൻ ഈ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററാ എന്ന് പറഞ്ഞ പാസ്റ്ററാണ്. അപ്പൊ പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബഹുമാനം. കാരണം ഈ ചർച്ചിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഉദ്ഘാടനത്തിന് വരെ ഞങ്ങളെ വിളിച്ചതാ. അങ്ങനെ അവിടുത്തെ ജനലും കഥവും ഒക്കെ എന്റെ ഭർത്താവ് ഉണ്ടാക്കിയതാ ചർച്ചിന്റെ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതാ. അപ്പൊ അവിടുത്തെ പാസ്റ്റർ ഇരിക്കെ എന്താന്ന് ചോദിച്ചു. അങ്ങനെ ഈ സഹോദരനോട് പാസ്റ്റർ ഇടപെട്ടു. സഹോദരനെ ഈ പാസ്റ്റർ അങ്ങ് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഒരു ആത്മാവിനെ കിട്ടിയതല്ലേ, ഒരാടിനെ കിട്ടിയതല്ലേ. പാസ്റ്ററിന് ഒരു നല്ല ഇരയെ കിട്ടി. പാസ്റ്റർ പിന്നെ എല്ലാ പ്രാർത്ഥനയ്ക്കും അങ്ങ് കൊണ്ടു നടക്കും, ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഉപവാസ പ്രാർത്ഥന, അങ്ങനെ എല്ലാം കൊണ്ടും 6 മാസം കൊണ്ട് ഈ ശശി ബ്രദർ ക്രിസ്ത്യാനിറ്റി ഈസ് എ ക്യാൻസർ എന്ന് പറഞ്ഞു നടന്ന ഈ ശശി ബ്രദർ ഒരു ദിവസം എന്നോട് വന്ന് പറയുക, ഞാൻ സ്നാനം ചെയ്യാൻ പോവുക. ഞാനൊരു ഞെട്ടല് സ്നാനം ചെയ്യാൻ പോവുകയാണോ? അയ്യോ, വെളുക്കാൻ തേച്ചത് പാണ്ടായോ? ഈ സ്വഭാവം എന്നെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് ബൈബിളും വായിച്ച് ചർച്ചിലും പോയി കഴിഞ്ഞപ്പം സ്നാനം ചെയ്യാൻ പോവുകയാണ്. അയ്യോ, അത് പെന്തക്കോസ്ത്. എന്റെ ദൈവമേ, എന്നോട് പറയരുത്. ഇങ്ങനെ പോയി എന്തും ചെയ്തു, എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ അതിപ്രസംഗിയല്ലേ, ഇങ്ങനെ പോയി എന്തും ചെയ്തോ. പക്ഷെ ഒരു കാര്യം, എന്നെ നിർബന്ധിക്കരുത് കേട്ടോ, എന്നെ എന്റെ വഴിക്ക് വിട്ടേരെ. ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെ ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ, ശാന്ത എന്തെങ്കിലും ചെയ്തോ, ഞാൻ നരകത്തിലൊന്നും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ സ്വർഗത്തിൽ പോയി. ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും പോക്കോ. പക്ഷെ എനിക്ക് ഇന്നാരെക്കാളും മുമ്പിൽ ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ക്രിസ്ത്യാനിയൊന്നും ആകത്തില്ല, അത് പെന്തക്കോസ്ത്. അയ്യോ, എന്റെ വീട്ടിൽ അറിഞ്ഞാൽ കൊല്ലും എന്ന് പറഞ്ഞാൽ കയ്യേലുമില്ല കാതേലുമില്ല, പാവങ്ങൾ. എന്റെ വീട്ടിൽ അറിഞ്ഞാൽ പറയും നമ്മുടെ ഏതാണ്ട് പാവങ്ങളായിട്ട് ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ട്. അങ്ങനെയാണല്ലോ ഇപ്പോഴും കേൾക്കുന്ന, അന്നും കേൾക്കുന്ന അങ്ങനെയാണല്ലോ. പാവങ്ങളെ പെന്തക്കോസ്ത് ചേർത്ത് പൈസ കൊടുത്ത് അവരെ വലിയവരാക്കുന്ന. അയ്യോ, അങ്ങനെ നമുക്ക് ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ട് നമ്മൾ പെന്തക്കോസ്ത് ചേർന്നതാണെന്ന് എന്റെ വീട്ടുകാർ പറയും. അയ്യോ, ഇങ്ങനെ പോയി ചേർന്നോ? ഞാനില്ല. ശാന്തയുടെ ഇഷ്ടം ചെയ്യും, ഞാൻ പോവുക. അങ്ങനെ ചർച്ചിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് സ്നാനം വേണം. അപ്പൊ ചർച്ചുകാർക്കും ഞെട്ടലായി. അയ്യോ, സഹോദരി ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല, പിന്നെ സഹോദരൻ എങ്ങനെയാ സ്നാനം തരുന്നത്? അത് പറ്റുകയില്ല സഹോദര, വീട്ടിൽ നിന്ന് സഹോദരിയും കൂടെ വരാതെ ഞങ്ങൾക്ക് സ്നാനം തരാൻ പറ്റത്തില്ല. കാര്യം ഒരാൾക്കായിട്ട് ചെയ്താൽ പിന്നെ വീട്ടിൽ വഴക്കാവും.
അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യവും പറഞ്ഞു എനിക്ക് സ്നാനം വേണം. അപ്പോഴും ചർച്ചുകാരെ ഇറങ്ങി. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പം ആ പാസ്റ്റർ എൻ്റെ അടുക്ക വന്നപ്പോ ചോദിച്ചു, ചെറുപ്പക്കാരനല്ലേ, 10-26 വയസ്സേ ഉള്ളു അന്നാ പാസ്റ്റർ, എനിക്ക് 40-40 വയസ്സുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, അമ്മാമ്മയ്ക്ക് എന്തോ ആ കുഴപ്പം? എല്ലാ വീട്ടിലും പെണ്ണുങ്ങൾ മുന്നോട്ട് വന്നിട്ട് ആണുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചായത് എന്താ? സഹോദരൻ തേണ്ട മുന്നോട്ട് വന്നിട്ട് സഹോദരിക്ക് എന്താ ഇത്ര കുഴപ്പം? കാതയിലെ ഊരാനും കയ്യേലെ ഊരാനും കഴുത്തേലെ ഊരാനും ഒക്കെ ബുദ്ധിമുട്ടാണോ? എന്നും പറഞ്ഞ് ദ സോൾ വിന്നിങ് എന്ന് പറയാം. അമ്മാമ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കെന്നും പറഞ്ഞു ഒരു പുസ്തകം. നല്ല മനുഷ്യൻ, നല്ല ഭാഷ. ആടിനെ കളയുവോ? ഒരു കുടുംബത്തെ കിട്ടുക, അതും ഒരു കൊടുങ്കാറ്റടിക്കുന്നല്ല, ഹിന്ദുവിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവിടെ ചർച്ചിലേക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ പറഞ്ഞ് സോൾ വിന്നിങ്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഈ മനുഷ്യനെ കൊണ്ടുപോയി എന്ത് വേണമെങ്കിലും ചെയ്തു, സഹോദരനെ കൊണ്ടുപോയി, പക്ഷെ പാസ്റ്റർ എന്നെ നിർബന്ധിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, എനിക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ, കൊണ്ടുപോക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അമ്മാമ ഈ പുസ്തകം ഒന്ന് വായില്ലേ എന്ന് പറഞ്ഞ് പുസ്തകം തന്നു. അതിൻ്റെ അത് സ്വർഗവും നരകവും മരണവും അതിനെപ്പറ്റി എല്ലാം എഴുതിയിട്ടുള്ള സോൾ വിന്നിങ്. അതൊന്നും വായിച്ചിട്ടൊന്നും എനിക്കൊന്നും ഏശിയില്ല, എന്നെ ഒന്നും അടിച്ചൊന്നുമില്ല. ഞാൻ പുസ്തകം വായിച്ചിട്ട് അവിടെ ഇട്ടു. ഇത് ഈ പുസ്തകത്തിൽ അറിയാമോ? അവസാനം സഹോദരൻ അവിടെ ചോദിക്കാൻ തുടങ്ങി ചർച്ചില്, പാസ്റ്ററെ ഞാൻ ഇന്ന് മരിച്ചു പോയാൽ, നരകത്തിൽ പോയാൽ അതിന്റെ ഉത്തരവാദിത്വം പാസ്റ്ററിനാണോ? എനിക്ക് എന്താ സ്ഥാനം തരാത്തത്? ഞാൻ നരകത്തിൽ പോയാൽ അതിന്റെ ഉത്തരവാദി പാസ്റ്ററാകും എന്ന് പറഞ്ഞു. പാസ്റ്ററിനും അങ്ങ് വല്ലാതായി. കെട്ടപ്പെട്ടതാണേ, ഒരാളെ പിടിക്കാൻ കിട്ടുകയല്ലാത്ത ക്രിസ്ത്യാനിറ്റീസ് ക്യാൻസർ എന്ന് പറഞ്ഞ ആളിനെ ദൈവം പിടിച്ച് വശത്താക്കി 6 മാസം കൊണ്ട്. എന്നെ വിടുവോ? അതേ പ്രശ്നം, എന്നെ വിടുവോ? ഒരു ദിവസം അപ്പൊ വർക്ക്ഷോപ്പൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തോണ്ടിരുന്ന ഒരു ചെറുക്കൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പൊ അവൻ രാവിലെ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അവന് ഞാൻ രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കി കൊടുത്താ വിടുന്നത്, ടിഫിൻ കൊടുത്താ, റൊട്ടീൻസ് കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താ വിടുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ, അപ്പൊ പ്ലാറ്റ്ഫോം ഉണ്ട്, പാചകത്തിന്റെ പ്ലാറ്റ്ഫോം ഉണ്ട്, താഴെ ഇരുന്ന് ഞാൻ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി കൊടുത്ത് വിടാൻ വേണ്ടി പച്ചക്കറി അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൊച്ചൻ എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചി എനിക്കൊരു ശകലം കാപ്പി വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ കൊച്ചനോട് പറഞ്ഞു, കാപ്പി ആണ്ട് അവിടെ ഇരിക്കുന്നു, അതെടുത്ത് സോസ്പാൻ എടുത്ത് ആ ഹീറ്റർ, അന്ന് ഞങ്ങൾ ഹീറ്റർ ആക്കിയിട്ട് ആ ഹീറ്ററിലോട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ട് നീ അങ്ങ് കുടിക്കേ എന്ന് പറഞ്ഞു. ഞാനിരുന്ന് പെട്ടെന്ന് ഇതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു അല്പം ഇവൻ എന്തോ ചെയ്തു, അപ്പൊ കാപ്പി തിളച്ച കാപ്പി ചൂടായി, അതും തിളക്കുക. സോസ്പാനെ കയറി പിടിച്ചു, ചപ്പലിട്ടിട്ടില്ലായിരുന്നു, സോസ്പാനെ കയറി പിടിക്കുകയും കാപ്പി പൊങ്ങി വന്ന് വീഴുന്നത് എന്റെ പുറത്താ. ഓ മൈ ഗോഡ്, എന്റെ പുറത്ത് മോള് തൊട്ട് താരോട്ട് ഞാൻ ഒരു ഒറ്റ കാർച്ച അവിടെ. എനിക്കും അറിയത്തില്ല എന്താ സംഭവിച്ചെന്ന്. അപ്പൊ എന്റെ ഭർത്താവ് അവിടെ ഉണ്ടോ, പുള്ളിക്കാരൻ ഓടി വന്നു കാർച്ച കേട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ആ കൊച്ചൻ പറഞ്ഞു, ചേച്ചിയുടെ പുറത്ത് കാപ്പി വീണതാ. അവൻ ഉടനെ അവിടുന്ന് മടുക്ക ഉണ്ടായിരുന്നു, കുടത്തിലിരുന്ന വെള്ളം എടുത്ത് അവൻ ഉടനെ എടുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഞാൻ വയ്യ. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഡോക്ടറുടെ വീടുണ്ട്, ഫ്രണ്ടിലാ. ആ വീട്ടിലോട്ട് ഡോക്ടർ അടുക്കലോട്ട് ചെന്നു. ഡോക്ടർ ഇഞ്ചക്ഷനും ചെയ്തു, മരുന്നും തന്നു, പുരട്ടാനുള്ളതും തന്നു. ഞാൻ ബെഡ് റെസ്റ്റാ. 15 ദിവസം ഞാൻ കമന്നേ കിടക്കാൻ പറ്റത്തുള്ളൂ, കമന്ന് കിടക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു, ഏതായാലും എന്താണെന്നൊന്ന് നോക്കണമല്ലോ. ഈ ബൈബിളിന്റെ അകത്ത് ഇത്രയും സ്നാനം ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് ഒരു ബൈബിൾ, ഒരു പുതിയ നിയമം, ഞാൻ നാട്ടിൽ ചെന്നപ്പം ഒരു റാഹേൽ അന്ന് CSI കാരിയായിരുന്നു. ആ റാഹേൽ പെന്തക്കോസ്തി വന്നപ്പോ റാഹേലും ഞാനും കൂട്ടുകാരിയായിരുന്നു. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ ഈ ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് സ്നേഹം വന്ന എന്നാന്ന് ചോദിച്ചാൽ, എനിക്കൊരു മാസത്തേക്കുള്ള പൈസ തരും. ചങ്ങനാശ്ശേരി ഞങ്ങളുടെ അവിടെ നിന്ന് പോയി വരാനായിട്ട് ബസ്സിനാ പോയി വരുന്നത്, 12 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഒരു മാസത്തെ പൈസ മൊത്തം എൻ്റെ ആങ്ങളെ എനിക്ക് തരും. അപ്പൊ ഈ റാഹേല് ഞാൻ ബസ് കാത്ത് നിൽക്കുമ്പോ എന്നോട് പറയും, ശാന്തമ്മേ ആ പൈസ ഇങ്ങിതാ, എനിക്കിതാ, ഞാൻ അതുകൊണ്ട് ബിസിനസ് ചെയ്തിട്ട് ശാന്തമ്മയ്ക്ക് ഡെയിലി പോകാനുള്ള പൈസ ഞാൻ അങ്ങ് തരാം. എന്നാ ഇന്ന് റാഹേലെ പിടിച്ചോന്നും പറഞ്ഞ് എനിക്ക് തരുന്ന ആ പൈസ ഞാൻ റാഹേലിന് കൊടുത്തിട്ട് പിന്നെ ഞാൻ റാഹേലിനോട് ഡെയിലി പോകാനുള്ള പൈസ അന്ന് 25 പൈസയേ ഉള്ളൂ ഞങ്ങളുടെ അവിടെ നിന്ന് ചങ്ങനാശ്ശേരിക്ക്, 50 പൈസ മതി, ബാക്കി മൊത്തം റാഹേല് ബിസിനസ് ചെയ്യുക. റാഹേല് പെന്തക്കോസ്തി വന്നപ്പോ ആ സ്നേഹം റാഹേല് കാണിച്ചെന്നോട്. ഒരു പുതിയ നിയമം, ഞാൻ ആ വീട്ടിൽ ഇല്ലായിരുന്നു, എൻ്റെ നാത്തൂന്റെ കൈ കൊടുത്തിട്ട് പോയിരുന്നു, ഇത് ശാന്തമ്മ വരുമ്പം കൊടുത്തേക്കണം.
മറക്കരുതെന്നും പറഞ്ഞ് ഞാൻ പോയിട്ട് വന്നപ്പം എന്റെ നാത്തൂൻ എന്നോട് പറഞ്ഞു, ശാന്തമ്മ നിനക്ക് റാഹേൽ ഒരു പുസ്തകം തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തോ പുസ്തകമാ അത്? ഒരു പുസ്തകം തന്നു. ഹല്ലേലൂയ. ഒരു ബൈബിളാ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു, പുതിയ നിയമത്തിലുള്ള ഒരു ബൈബിള്. ഞാൻ പറഞ്ഞു, ഈ ബൈബിൾ എനിക്ക് വേണ്ടി എന്തിനാ? എനിക്ക് ബൈബിള് അത് ക്രിസ്ത്യാനിയുടെ പുസ്തകമല്ലേ, എനിക്ക് എന്തിനാ ആവശ്യം? ചേച്ചി എനിക്ക് വേണ്ട, അതിവിടെ വെച്ചേരെ. അല്ല മോളെ, അവള് നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നതല്ലേ, ഇത് നീ അങ്ങ് പെട്ടിയിൽ വെച്ചു എന്നും പറഞ്ഞു. അതെന്റെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ 15 ദിവസം കിടപ്പിന് ഞാൻ എന്റെ ബൈബിൾ ഇങ്ങോട്ട് എടുത്തു. ആ കിടന്നോണ്ട് തന്നെ 4 സുവിശേഷം അരച്ച് കലക്കി വീണ്ടും വീണ്ടും അരച്ച് കലക്കി അങ്ങ് കുടിച്ചു. വചനം അന്നൊന്നും അറിയത്തില്ല ഇത് ദൈവത്തിന്റെ ശക്തിയാണെന്നും ഇത് എന്താണെന്നും. പച്ചയായ പുൽപ്പുറങ്ങളെ കിടത്തുന്ന ദൈവവചനം വല്ലതും അറിയാമോ? അന്ന് ബൈബിള് വായിച്ചു, 4 സുവിശേഷം അരക്കി കലക്കി കുടിച്ചു. 15 ദിവസം കൊണ്ട് ഞാൻ എഴുന്നേറ്റു. അപ്പൊ എനിക്ക് അറിയാം എന്തോ ഒരു മാറ്റം എനിക്കുണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഞാൻ എഴുന്നേൽക്കുമ്പം ഞങ്ങളുടെ മേശപ്പുറത്ത് സിഗരറ്റ് ഇല്ല, ബീഡിയില്ല, വിസ്കി ഇല്ല, ബ്രാൻഡി ഇല്ല, ബിയർ ഇല്ല. ആരും ഒരു ബന്ധക്കോസ്തുകാരും ഇതൊന്നും ഉപേക്ഷിക്കാനും പറഞ്ഞില്ല. പക്ഷെ ദൈവത്തിന്റെ ശക്തി നോക്കണം. എന്റെ ഭർത്താവ് അടിമയിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ടു. അപ്പൊ വിടുവിക്കപ്പെട്ടിട്ട് എനിക്ക് വലിയ വിടുതലൊന്നും വന്നില്ല. ഞാനിതെല്ലാം വായിച്ചിരുന്നു. അപ്പം ചൂട് സമയത്ത് മെയ് ജൂൺ സമയത്ത്, ചൂട് സമയത്ത് ഞാൻ നാരങ്ങാ വെള്ളമൊക്കെ കുടിക്കുന്നതിന് പകരം ബിയറൊക്കെ അന്ന് കുടിച്ചോണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങാര് കുടിയൊക്കെ നിർത്തിയെങ്കിലും എനിക്കൊരു ശകലം ബിയർ വാങ്ങിച്ചതാ, ഞാനൊന്ന് കുടിക്കട്ടെ. ഭയങ്കര അന്ന് ഇവിടുത്തെ ചൂട് 40, 45, 50 ഡിഗ്രിയൊക്കെയാ ചൂട്. അപ്പൊ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും ചെയ്യുന്നയാളാ. ഉടനെ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നു. ഒരു സന്ധ്യയായ സമയത്ത് വാങ്ങിച്ചുകൊണ്ട് തന്നു. ഞാനത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഞാൻ ഈ ഗ്ലാസ് പിടിക്കാനായിട്ട് എൻ്റെ കൈയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുക. അങ്ങനെ ചെന്നപ്പോ ഗംഭീരമായ ഒരു പുരുഷ ശബ്ദം കേൾക്കുക. അയ്യോ, ഞാൻ കൈ പിൻവലിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിട്ട് ഞാൻ കൈ പിൻവലിച്ചിട്ട് ഓർത്തു, ഇതാരാ എന്നോട്? ഇതുവരെ എന്നെ നിയന്ത്രിക്കാൻ ആരും വന്നില്ല. ആരും എന്നെ നിയന്ത്രിച്ച് ഞാൻ സ്വതന്ത്രയായിട്ട് ജീവിച്ചു വരിക. ഇപ്പൊ ഇതാരെ എന്നോട് പറയുന്നത് തൊടരുത് എന്ന് ഞാൻ ഓർത്തു. എനിക്ക് തോന്നിയതായിരിക്കും എന്ന് ഞാൻ ഓർത്തു. അത് ചുമ്മാ തോന്നിയ ഗംഭീര പുരുഷ ശബ്ദമാ. പിന്നെ ഞാൻ എന്ത് ചെയ്താലും, അധികപ്രസംഗമായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും ഈ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. മിണ്ടരുത്, പറയരുത്, ചെയ്യരുത്, വിലക്കാണ് വരുന്നത്. ഞാൻ അതിപ്രസംഗിയാണല്ലോ. എന്തെങ്കിലും കാര്യം ഭർത്താവിനോടാണെങ്കിൽ എന്തെങ്കിലും എതിര് പറയാനോ എന്തെങ്കിലും ചെയ്യുമ്പോൾ മിണ്ടരുത്, തൊടരുത്, ചെയ്യരുത്. ഞാൻ ഓർത്തട ഇതാണ് എന്നോട് ഈ പറയുന്നത്. അവസാനം എനിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവിനെ പിടിച്ച ആ ആൾ എന്നെ പിടിച്ച് കെട്ടുക. അപ്പൊ എന്റെ സ്വഭാവം എങ്ങനെയാ? എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാ സാരിക്കത്ത ബ്ലൗസ്. അന്ന് സൊസൈറ്റി ലേഡികളാ ഞങ്ങൾ ഇവിടുത്തെ ഒക്കെ. അന്ന് മലയാളികളുടെ ഇടയിലെ ലീഡേഴ്സാ, ഞാൻ ലീഡറാ ഞങ്ങളൊക്കെ. സാരിക്കത്ത ബ്ലൗസ്, ആ ബ്ലൗസിനൊത്ത വളയ്ക്കൊത്ത പൊട്ട്, ഇതെല്ലാമാണ് അന്നത്തെ ഞങ്ങളുടെ രീതി. അങ്ങനെ വന്ന ആ സമയത്ത് ഞാൻ ഓർത്തു, എന്നെ പിടിക്കപ്പെട്ടു എന്നെനിക്ക് നല്ലതായിട്ട് മനസ്സിലായി. ഈ ശബ്ദം എന്നെ അങ്ങോട്ടും തിരിയാൻ സമ്മതിക്കുകയില്ല, ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കുകയില്ല. എന്നെ കയറുകൊണ്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ സത്യമാ. ദൈവത്തിന്റെ കയറ് ഇറങ്ങി വന്നു. അതുകൊണ്ട് ആ കയറുകൊണ്ട് ഞങ്ങളും ആൾക്കാരെ കെട്ടിയിട്ടുണ്ട്. ഞങ്ങളെ കെട്ടിയ കയറുകൊണ്ട് പിന്നീട് ഞങ്ങളും ദൈവത്തിൽ വന്നു കഴിഞ്ഞിട്ട് ദൈവം കയറിട്ട് തന്നിട്ടുണ്ട് കെട്ടാൻ. അതുകൊണ്ട് ആ കയറുകൊണ്ട് തന്നെ ഞങ്ങളെ എന്നെ കെട്ടി എനിക്ക് മനസ്സിലായി ഞാൻ കെട്ടപ്പെട്ടു. അപ്പൊ പിള്ളേരൊക്കെ അന്നേരം സൺഡേ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. എൻ്റെ മക്കൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. സൺഡേ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. 94 അന്നേരം. 94 ജൂൺ മാസം. അപ്പൊ ബ്രദർ അവിടെ ഇല്ല. അന്ന് ചർച്ചിൽ പോവുക, ചർച്ചിൽ പോവുക. ഞാൻ എന്തോ ചെയ്തു, ഞാൻ എൻ്റെ വളയെ ഊരി വെച്ചു, കാതേലെ ഊരി വെച്ചു, കഴുത്തേലെ ഊരി വെച്ചു. എൻ്റെ പൊട്ട്, ഒരു 50 കളറുള്ള പൊട്ടുള്ള ഡിബ്ബ വാങ്ങിച്ചോണ്ട് തന്നതാ, അതും അങ്ങ് മാറ്റി വെച്ചു. എല്ലാം വെച്ചിട്ട് മക്കള് പോയപ്പോ ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മക്കള് പറഞ്ഞു, എന്നാ നമുക്ക് പോകാം, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അന്ന് പുള്ളിക്കാരനില്ല, ശശി ബ്രദർ ഇല്ല. പോയി അവിടെ ചിലപ്പോ സാക്ഷ്യം പറയാനുള്ള നേരമായപ്പോ ഞാൻ എഴുന്നേറ്റ് നിന്നു.
അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് CSI CMS ചർച്ചിലൊക്കെ കൺവെൻഷൻ നടക്കുമ്പോൾ അവർ പാടുന്ന പാട്ട് ഇങ്ങനെ എന്റെ ഉള്ളിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ കയറി വരിക എന്റെ മനസ്സിൽ നിന്ന്. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായിതാ സമർപ്പിക്കുന്നേ. ഇത്രേ വന്നുള്ളൂ. ഓ മൈ ഗോഡ്, ഞാനത് ഏറ്റു പറഞ്ഞു. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായിതാ സമർപ്പിക്കുന്ന. ഈ ഒരു ലൈനേ വന്നുള്ളൂ, എനിക്ക് അതേ വന്നുള്ളൂ. അത് ഞാൻ അവിടെ പറഞ്ഞു. അതിനുശേഷം ഞാൻ പൊട്ടി പൊട്ടി കരയുകയാണ്. പുതിയ ജനനം, വീണ്ടും ജനനം, ഇതൊന്നും അന്ന് അറിയത്തില്ല. ഞാനൊരു 15 മിനിറ്റ് കരയുക, കണ്ണുനീരിങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞോണ്ട്. അപ്പൊ ചർച്ചുകാരൊരു 10-50 പേരോളം ഉണ്ട്, മിണ്ടാതിരിക്കുക. ഞാൻ അങ്ങനെ കരഞ്ഞു നിർത്തി കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞു, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ അത് ഈ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. അതും പറഞ്ഞ അവിടെ ചർച്ചിലെ, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കും, കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പം ചർച്ച വിട്ടു. അപ്പം എന്റെ സമ്മതം മതി സ്നാനം തരാൻ, അത് മതി. അന്ന് തന്നെ ആ പാസ്റ്റർ അവിടെ അനൗൺസ് ചെയ്തു, അടുത്ത ആഴ്ച 12 ജൂൺ 12 അടുത്ത ആഴ്ച 94, അടുത്ത ആഴ്ച ഞായറാഴ്ച ശശി ബ്രദറിന്റെ സിസ്റ്ററിന്റെ സ്നാനം നടക്കും എന്ന് പറഞ്ഞു. അപ്പൊ വലിയ പാസ്റ്ററുണ്ട് അവിടുത്തെ. അന്ന് അവിടെ അനൗൺസ് ചെയ്തു. ചർച്ച വിട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പം എന്നോട് ചോദിച്ചു, ശാന്തമ്മേ നിനക്ക് പാട്ടൊക്കെ എവിടുന്ന് കിട്ടി? നീ എങ്ങനെ ചർച്ച വന്നിട്ട് നീ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ അമ്മാമേ, പാസ്റ്റർ അമ്മച്ചിയൊക്കെ ഉണ്ട്, എല്ലാരും എന്നെ ചുറ്റിച്ചു. ഞാൻ പറഞ്ഞ അമ്മാമേ എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നതാ, ഞാൻ അങ്ങ് പാടി. അപ്പം 94 ജൂൺ 12 ശശി ബ്രദറും സിസ്റ്ററും ശാന്തമ്മ സിസ്റ്ററും സ്നാനം ചെയ്ത് ചർച്ച് ഓഫ് ഗോഡിലെ അംഗങ്ങളായി മാറി. മതിയല്ലോ, ദൈവം വിളിച്ചു, കയറിട്ടു, പിടിച്ചു, ക്രിസ്ത്യാനിയായി. ഇനി സമയത്തിന് ചർച്ചിൽ പോകണം, സമയത്തിന് വരണം, അവിടെ ഉപവാസതയുണ്ടെ പോകണം, മതിയല്ലോ, എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാ കുറച്ച് ദിവസം കഴിയുമ്പോ ഇവിടെ ചർച്ചിൽ ചെല്ലുമ്പോ എല്ലാരും ഏതാണ്ടൊക്കെ ഭാഷ പറയുന്നു. എന്താ പറയുന്നത്? ഞാനും ചോദിച്ചത്, നിങ്ങൾ എന്തോ ഈ പറയുന്നത്, എനിക്കും കൂടെ വേണം ഇതെന്ന് പറഞ്ഞപ്പോ ഇത് അന്യഭാഷ എന്ന് പറയും. അത് പരിശുദ്ധാത്മാഭിഷേകം കിട്ടുമ്പോ കിട്ടുന്നതാ ഈ അന്യഭാഷ എന്ന്. ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടുകയല്ലേ? കിട്ടും, സിസ്റ്ററിനെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്കും വേണം എന്ന് പറഞ്ഞു. 6 മാസമേ ആയുള്ളൂ. ഓ ശക്തി, ഭയങ്കര ഗംഭീര ശക്തിയായിട്ട് വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് ശക്തി കിട്ടി. ഞാൻ ഇന്ന് രാത്രി ദൈവത്തോട് പറയും, എനിക്കിത് കൂടിയേ മതിയാവൂ, എനിക്കിതിന്റെ പവിത്രാത്മാവ് വേണം. അന്യഭാഷയോടുകൂടി ചർച്ചയിലിരുന്നവരെല്ലാരും പറയുന്ന കേട്ടില്ലേ, എനിക്കിത് കൂടിയേ മതിയാവും. ഞാൻ ദാഹത്തോടും, അതാണ് കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്ക വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ. അതൊന്നും അന്ന് അറിയത്തില്ല ആ ദാഹം. ഇന്ന് ഞാൻ മറ്റുള്ളവരോട് പറയാണ്, ദാഹിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ എന്റെ അനുഭവമാണ് പറയുന്നത്, ദാഹിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ അടുക്ക ചെന്ന് കുടിക്കാൻ. പരിശുദ്ധാത്മാഭിഷേകം എനിക്ക് കിട്ടി, അന്യഭാഷയോടുകൂടി എനിക്ക് കിട്ടി, വളരെ ശക്തിയോടുകൂടി എനിക്ക് കിട്ടി. അങ്ങനെ അന്യഭാഷയും എനിക്ക് കിട്ടി. അതും കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം വീട്ടില് ഈ പ്രവാചകന്മാര് വരാൻ തുടങ്ങിയപ്പോ അവര് പറയാൻ തുടങ്ങി, ശശി ബ്രദറിനെയും സിസ്റ്ററിനെയും ചുമ്മാ ചർച്ചിൽ പോകാനായിട്ട് തിരിച്ചു വിളിച്ചതല്ല, മോശയെയും അഹറോനെയും പോലെ നിങ്ങളെ തിരിച്ചു വിളിച്ചതാ. നിങ്ങളുടെ ടെന്റ് മാറ്റി കെട്ടിക്കണം. നിങ്ങളെ അബ്രഹാം സാറയെ പോലെ നിങ്ങളെ തിരിച്ചു വിളിച്ചതാ ദൈവം. അതുകൊണ്ട് നിങ്ങളുടെ ടെന്റ് മാറ്റി, ഇത് നമുക്കെന്നെ അറിയത്തില്ലല്ലോ, ടെന്റ് മാറ്റി മാറ്റി കെട്ടിക്കണം എന്ന് എല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾ അവിടെ ഈ ട്രാക്സ് ഒക്കെ കിടക്കുന്നത് ഇങ്ങനെ സൈക്കിളെ, അന്ന് സൈക്കിളാണ് ഞങ്ങൾക്കുള്ള, സൈക്കിളെ പോയി അപ്പം മനസ്സിലായി വിഗ്രഹാരാധന തെറ്റാണെന്നും യേശുക്രിസ്തു വിഗ്രഹമല്ലെന്നും അത് ആത്മാവാണെന്നും എല്ലാം ഞങ്ങൾക്ക് ദൈവം മനസ്സിലാക്കി തന്നല്ലോ. അപ്പൊ പോയി ട്രാക്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ചർച്ചിലുണ്ടായിരുന്ന ട്രാക്സ് മൊത്തം ഞങ്ങൾ തീർത്തു. അത് ചെയ്യാം. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു അത് പറ്റുകയില്ല, ഞങ്ങളുടെ ജോലി, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഉപദേശിപ്പണി ചെയ്ത് 100 രൂപ പ്രാർത്ഥിച്ച് വാങ്ങിച്ച് ഞാൻ ജീവിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ശശി ബ്രദർ പറഞ്ഞു. ഞാൻ ഏത് ജോലിയും ചെയ്യാൻ, ദൈവവേലയും ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം, 1 വർഷം കഴിഞ്ഞു, ഒരു ദിവസം ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാവരും ചർച്ചിൽ ഒരു 10-15 പേര് ഇരിപ്പുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാനും കൊണ്ട് ഭർത്താവും കൊണ്ട് എല്ലാവരും വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വരിക. ഒരു വലിയ ഒരു മേഘക്കട്ട, വെള്ള. അപ്പോഴത്തേക്ക് ഞാൻ കാണുകയാണ് ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വരും. ഇത്രയും വലിയ ഒരു മേഘക്കട്ട
ഇതാ ഇതിന്റെ മുന്നിൽ വട്ടത്തിലാ എല്ലാരും ഇരുന്നത്, അതിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ എന്നോട് എന്നിട്ട് സംസാരിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയാ. ഭയങ്കര പ്രകാശമാ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവര് പാടുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ദാഹിക്കുന്നവൻ ഇഷ്ടം പോലെ കുടിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ദാഹിക്കുന്നവൻ ഇഷ്ടം പോലെ കുടിച്ചോട്ടെ എന്നും പറഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഈ ആത്മാവ് സഞ്ചരിക്കുകയാണ്. ഈ വലിയ ഒരു മേഘക്കട്ട ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. ആ സഞ്ചരിച്ചു ഒരു സഹോദരനിൽ ചെന്ന് അതങ്ങ് വ്യാപിച്ചു. ആ സഹോദരനിൽ വ്യാപിച്ചപ്പോഴത്തേക്ക് ഞാന് പറഞ്ഞു, ആണ്ട് ഇന്ന സഹോദരനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി എഴുന്നേക്കുക. എനിക്ക് ശക്തി കിട്ടിയിട്ട് നിൽക്കാൻ വയ്യ. അപ്പൊ എന്നെ അടുത്തിരുന്ന സഹോദരി പിടിച്ചവിടെ ഇരുത്തുക. ഞാൻ സഹോദരന്റെ തലയെ കൈവയ്ക്കാനായിട്ട് ഓടുക. അപ്പൊ എന്നെ പിടിച്ചവിടെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ സഹോദരനെ കാണുന്നുണ്ട്, ചമ്പടക്കുട്ടയിട്ട് ഇന്ന് സഹോദരൻ ഇരിക്കുന്നതാ കാണുന്നത്. വീണ്ടും ആ ആത്മാവ് വേറെ ഒരാളിലേക്ക് ചെന്നങ്ങ് മൂടി. അപ്പൊ എന്തുവാ നമുക്ക് പിന്നെ ഇതൊന്നും എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, ബൈബിൾ മൊത്തം പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ അത് ചെന്നപ്പോ ഞങ്ങളുടെ പാസ്റ്ററിനെയാ കാണുന്നത്. പാസ്റ്റർ നിലത്തിങ്ങനെ കമന്ന് കിടക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഞങ്ങളുടെ പാസ്റ്റർ എന്താ നിലത്തിങ്ങനെ കമന്ന് കിടക്കുന്നെന്ന് ഓർത്ത് ഞാൻ കണ്ണു തുറന്നപ്പം പിന്നെ ഒന്നും കണ്ടേയില്ല, പിന്നൊന്നും കണ്ടില്ല. പക്ഷെ എന്റെ ശക്തി ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ ഭയങ്കര ശക്തിയില. അപ്പൊ ആ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അങ്ങനെ അപ്പൊ അവിടെ ചർച്ചിലെ പൊളിറ്റിക്സ് ആയി. അപ്പൊ അവിടെ സംസാരിക്കാൻ തുടക്കമായി. ഒരു രാജാവ് ഇരിക്കുമ്പോ വേറൊരു രാജാവിനെ വാഴിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങള് ചർച്ചിൽ തുടങ്ങി. പൊളിറ്റിക്സ്, നമുക്കൊന്നും പൊളിറ്റിക്സ് ഒന്നും അറിയത്തില്ല ദൈവവേലക്കാരുടെ ഇടയിലെ. പക്ഷെ ഭയങ്കര പൊളിറ്റിക്സാ ഈ ദൈവവേലക്കാരുടെ ഇടയിൽ. ഇവര് ദൈവത്തെ വിളിക്കുന്നവരാണെങ്കിൽ ഇവരുടെ പൊളിറ്റിക്സ് ഭയങ്കര പൊളിറ്റിക്സാ. നമുക്ക് ഓർക്കത്തില്ല ഇവര് യേശുവിനെയാണോ ഇവര് വിളിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അവിടെ പൊളിറ്റിക്സ്. ഒരു രാജാവ് ഇരിക്കുമ്പോ വേറൊരു രാജാവിനെ വാഴിക്കുമോ എന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. നമുക്കിതൊക്കെ അറിയാവോ? അറിയത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങളോട് പ്രവചനം പറയാന് IPC എന്ന് പറയുന്ന ഒരു സംഘടനയിലെ വലിയ നല്ല പാസ്റ്റർമാരൊക്കെയാ. അപ്പൊ ആ പാസ്റ്ററോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ ഇവരും നമ്മുടെ വീട്ടിൽ വരും, പ്രാർത്ഥിക്കും, അവരെ നമുക്ക് പ്രവചനം തരുന്ന പാസ്റ്റർ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പ്രവാചകിയുണ്ട്, അത് ഞങ്ങളുടെ സ്വന്തം സിസ്റ്ററാ. പ്രവാചകിയുടെ പറഞ്ഞു, എന്റെ ഭാര്യയുടെ അടുക്ക പോയി ശാന്തമൻ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കെ. അപ്പൊ അവള് പറയുന്നത് എന്താന്ന് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സിസ്റ്ററിന്റെ അടുക്ക പ്രാർത്ഥനയ്ക്ക് പോയപ്പം ആ സിസ്റ്റർ പ്രവചിച്ചു പറയുകയാണ്, ശൗല് രാജാവായി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ദാവീദിനെ രാജാവാക്കി, നിന്നെ ഞാനാണ് അഭിഷേകം ചെയ്തത് എന്ന് ഉള്ള സൗണ്ട് അവിടെ ആ സിസ്റ്റർ എന്നെ പ്രവചിച്ചു പറയുകയാണ്. ആ പ്രവചിച്ച് പറഞ്ഞ് ഞാനങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ എനിക്കിങ്ങനെ ദൈവത്തിന്റെ ആത്മാവിൽ ഇങ്ങനെ എനിക്ക് അഭിഷേകം കിട്ടി. അപ്പൊ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അതെ ആ സിസ്റ്ററിനെ കൊണ്ട് പ്രവചിപ്പിച്ചു, ശൗല് രാജാവായിരിക്കുമ്പോൾ ഞാൻ ദാവീദിനെ രാജാവായി വാഴിച്ചു, നിന്നെ ഞാൻ തന്നെയാണ് രാജാവായി വാഴിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ടു. പിന്നെ ഞങ്ങളുടെ ചർച്ച ബോർഡുമായിട്ട് രസമില്ലാതായി. പിന്നെ അവിടെ 3 വർഷമേ അവിടെ നിന്നുള്ളൂ. 3 വർഷം കഴിഞ്ഞ് ആ ചർച്ച ബോർഡിൽ നിന്ന് അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അഗ്വായി വന്നു, നിങ്ങള് എനിക്ക് വേണ്ടി ഇറങ്ങിയേ പറ്റൂ എന്ന് ദൈവം പറയാൻ തുടങ്ങി. ഞങ്ങൾ ആ ചർച്ച് വിടുകയാണ്. അതിൻ്റെ ഇടയിൽ ദൈവം എനിക്ക് ദർശനങ്ങൾ തരാൻ തുടങ്ങി, വെളിപ്പാടുകൾ തരാൻ തുടങ്ങി. അതേപ്രസംഗിയല്ലേ, എന്നെ നിലയ്ക്ക് നിർത്തണ്ടേ, ബൈബിളിൽ ശരിയാണെന്ന് പറയണ്ടേ. അതിനുകൊണ്ട് ബൈബിളിലുള്ള ഓരോ പ്രവചനങ്ങളും എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി. ആദ്യമായിട്ട് ദൈവത്തിന്റെ സ്നാനം കാണിച്ചു തന്നു. യേശുക്രിസ്തു സ്നാനം ചെയ്തിട്ട് കയറി നിൽക്കുന്നതും പ്രാവിറങ്ങി വരുന്നതും ആ വചനം എനിക്ക് ഇങ്ങനെ ഉറക്കത്തിലല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പാസ്പോർട്ട് സൈസിൽ ഇങ്ങനെ കാണിച്ചു തരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വചനം ശരിയാണ്. അപ്പൊ പിന്നെ വചനം കാണിച്ചാൽ നീ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ഇരിക്കുന്നവരെ അതുപോലെ പോകും. അതിന്റെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഇതാ കല്ലറകളിൽ നിന്ന് ജീവനുള്ള ആത്മാക്കള് ഇങ്ങനെ കല്ലറയിലേക്ക് ആത്മാവ് വരികയും
അവിടുന്ന് ജീവനുള്ള വെള്ള വസ്ത്രധാരികള് ആകാശത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നതുമായിട്ടാണ് എന്നെ കാണിച്ചത്. ആകാശത്തിലേക്ക് പൊങ്ങി പോകുന്നു. അങ്ങനെ കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് താൻ ഗംഭീരനാദത്തോട് 1 തെസ്സലോനി 4:16 പറഞ്ഞ മരിച്ചവര് കല്ലറ പൊട്ടി എഴുന്നേൽക്കുന്നു. ആ കാര്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു. പിന്നെ എനിക്ക് ബൈബിളിലെ കാര്യം വെളിപ്പെടുത്തി തരുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ പുനരുദ്ധാനം കഴിഞ്ഞ് ഒലിവ് മലയിൽ നിൽക്കുന്നതും ഒലിവ് മലയിൽ എല്ലാ ശിഷ്യന്മാരോട് ഒത്ത് നിൽക്കുന്നതും യേശു ക്രിസ്തു മുകളിലേക്ക് പൊങ്ങുന്നതുമാണ് കാണുന്നത്. അതും എന്നെ കാണിച്ചു തന്നു. യേശു ക്രിസ്തു മേലിലേക്ക് പൊങ്ങുന്നു. ഈ ശിഷ്യന്മാര് കണ്ടതുപോലെ ഒരു മേഘം വന്നങ്ങ് മൂടി. പിന്നെ എന്നെ ഞാൻ നോക്കി നിന്നപ്പം മേഘം വന്നങ്ങ് മൂടി. പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വചനം യേശു ക്രിസ്തു. അപ്പം ബൈബിള് സത്യമാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ ബൈബിളിൽ ഒരു വാക്കുകളും കള്ളമായിട്ടില്ല. ബൈബിള് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ദൈവം പിന്നെ ഞങ്ങളെ കൊണ്ട് വേല ചെയ്യിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയ വേല വേറൊന്നുമല്ല, ചർച്ചോകോടിന്ന് വിട്ടു. 97 ആയപ്പോ ചർച്ചോകോട് വിട്ടു വേറെ ഇരിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുക. ദൈവം ദർശനം എനിക്ക് തരുന്നുണ്ട്. ആൾക്കാരെ ഇങ്ങനെ കണ്ടു നടക്കുകയാണ്. ഗലി ഗലി എന്ന് പറഞ്ഞാൽ പണ്ട് കേരളത്തിലെ പിന്നെ പെന്തക്കോസ്തുകാരിൽ നിന്ന് പ്രസംഗിച്ചതുപോലെ ഇപ്പൊ ഞങ്ങള് തുടങ്ങി. 4 ഇതിൽ നിന്നിട്ട് ഞങ്ങള് ഭാര്യയും ഭർത്താവും കൂടെ അവിടെ നിന്ന് കൈകൊട്ടി പാടുമ്പോ ജനങ്ങളുടെ കൂടുമ്പോ സഹോദരൻ പിന്നെ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പറയും, ട്രാക്സ് കൊടുക്കും, ബൈബിൾ കൊടുക്കും, പോരും. അങ്ങനെയായി. പിന്നെ ഞങ്ങൾ പ്രചരിപ്പിച്ച് ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂടെ കൂടാൻ തുടങ്ങി. അതെ, ചെറുപ്പക്കാർ കൂടാൻ തുടങ്ങി. അവിടെയൊക്കെ പ്രചരണം വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഇവരെയും കൊണ്ട് അപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു കുടിൽ പോലെ ഒരു ചർച്ച്, അവിടെ ഒരു ചെറുക്കനെ ദൈവം കാണിച്ചു തന്നത്. ഒരു ഗുണ്ടകളെയാണ് മാനസാന്തരപ്പെടുത്താൻ ഞങ്ങൾക്ക് തരുന്നത്. അല്ല സാധാരണക്കാരെയൊന്നുമല്ല. ആർക്കും വെട്ടിയിടാൻ വയ്യാത്ത ഗുണ്ടകള്, ബദമാശികള്, ഇതിനെയൊക്കെ തരുന്നത്. ഞങ്ങൾക്കൊരു സ്ഥലത്ത്, റെയിൽവേയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ അത് ദൈവം കാണിച്ചതിനനുസരിച്ച് സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് ഇറങ്ങും. പകല് പുള്ളിക്കാരൻ ജോലിക്ക് പോകും. സന്ധ്യയാകുമ്പോൾ ഒരു 4-5 മണിയാകുമ്പോൾ സൈക്കിൾ എടുത്ത് ദൈവം എങ്ങോട്ടാണോ വിടുന്നത് അങ്ങോട്ടങ്ങ് പോകും. അങ്ങനെ പോയി ഒരു ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പം എന്നെ കാണിച്ചു തന്ന 3 ചെറുക്കന്മാര് നിൽക്കുന്നത്. ഞാൻ സഹോദരനോട് പറഞ്ഞു, ഇതേ എന്നെ കാണിച്ചു തന്ന 3 ചെറുക്കന്മാർ ഇതുവരാണ്. സന്ധ്യയായി. അപ്പൊ മഴ ചാറുന്നുണ്ട്. അപ്പൊ ഒരു പരിചയക്കാര് അവിടെ ഒരു സഹോദരി താമസിക്കുന്നുണ്ട്. ഹിന്ദുക്കളാ എല്ലാരും, ഹിന്ദു ഉണ്ട്. അപ്പൊ ഈ ചെറുക്കന്മാരെ ഞങ്ങൾ വിളിച്ചു, ഞങ്ങളുടെ പുറകെ വാ. യേശു ക്രിസ്തു അവരെ വിളിച്ചതുപോലെ ഞങ്ങളുടെ പുറകെ വാ എന്ന് പറഞ്ഞപ്പോ ഇവരൊന്നും പറയാതെ ഞങ്ങളുടെ പുറകെ അങ്ങ് വന്നു. പറഞ്ഞിട്ട് അവിടെ ഒരു മിറ്റത്ത് ചെന്നിരുന്ന് അവിടെ ഇരുന്നിട്ട് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ അങ്ങ് പ്രസംഗിച്ചു. മൂർത്തി വിഗ്രഹത്തെ പറ്റി എല്ലാം പ്രസംഗിച്ചപ്പം ആ 3 ചെറുക്കന്മാർ ഒരുത്തനെ ആ ദേശത്തെ ഗുണ്ടയാ, ഒന്നാമത്തെ നമ്പർ 1 ഗുണ്ടയായിരുന്നു. ഇവൻ ഞങ്ങളുടെ പ്രസംഗം കേട്ട് അന്ന് തന്നെ രാത്രിയിലെ ഇവൻ എടുത്തു അവന്റെ വീട്ടിലുണ്ടായിരുന്ന അവന് ശിവഭക്തനായിരുന്നു. എല്ലാത്തിനെയും കൂടെ എടുത്ത് ചാക്കിലിട്ട് അവിടെ അടുത്തുള്ള താലാബിലെ അവിടുത്തെ കുളത്തിൽ കൊണ്ട് തട്ടിയിട്ട് ഞങ്ങളെ തിരക്കി നടക്കുക. ഞങ്ങൾ എവിടാന്ന് തിരക്കി നടക്കി ഞങ്ങളെ കണ്ടുപിടിച്ചപ്പോ പറഞ്ഞു, നിങ്ങള് പ്രസംഗിച്ച അന്ന് ഞാൻ എന്റെ എല്ലാത്തിനെയും കണ്ട്. കാര്യം അവന്റെ അമ്മ തേച്ചു മഴക്കാൻ പോയി കിട്ടുന്ന കാശ് കൊണ്ടാ ഇവൻ മാസം തോറും ഇവൻ 15 ദിവസം ജയിലിലാ. അവിടുന്ന് ജയിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്നത് അമ്മ പാത്രം തേച്ചു മഴക്കി കിട്ടുന്ന കാശ് കൊണ്ടാ ഇവനെ ജയിലിൽ നിന്ന് ഇറക്കുന്നത്. അവൻ അങ്ങനെ അവിടെ മാറ്റം വന്നപ്പം അവര് റെയിൽവേയുടെ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഇനി എങ്ങും പോകണ്ട, ഇവിടെ ഒരു ആരാധനാലയം ഉണ്ടാക്കി നമുക്ക് ഇവിടെ ആരാധിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഞങ്ങൾ എല്ലാരും കൂടെ അതിന് സഹായിക്കുന്നു. ഞങ്ങൾക്ക് അതിനുള്ള ഒരു കൂട്ടമായി. ഈ ദുർഗിലെ ജനങ്ങള് പറഞ്ഞ് അപ്പം ദുർഗയിലെല്ലാം ഭയങ്കര കൊടുങ്കാറ്റല്ലേ. ഞങ്ങൾ ഇങ്ങനെ വിശ്വാസിച്ച് വന്നത് തന്നെ ഭയങ്കര കൊടുങ്കാറ്റാ. ഹിന്ദുക്കളെല്ലാം ഞങ്ങളെ ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൊച്ചുങ്ങളോട് കടയിൽ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്തേലും പൈസ കിട്ടി? 2 ട്രക്ക് വാങ്ങിക്കാൻ കാശ് കിട്ടിയോ? ഞങ്ങൾ 4 ട്രക്ക് വാങ്ങിക്കാൻ കാശ് തരാൻ, തിരിച്ചു വരാമോന്ന് കടയിൽ ചെല്ലുമ്പോൾ പിള്ളേരോട് ചോദിക്കുന്നതാ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഞങ്ങൾക്ക് ദുഷിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ദൈവത്തിന്റെ നാമത്തിലുള്ള ദുഷിപ്പുകളാ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ 96
ചെന്നപ്പം എന്റെ ആങ്ങളെ പറയാത്ത തെറിയില്ല. എന്റെ ആങ്ങളെ എന്നെ മകളെ പോലെ വളർത്തിയ എന്റെ സഹോദരൻ കേരളത്തിൽ എന്റെ തെറികൾ ഉണ്ടോ, അരിപ്പ് വർത്താനങ്ങളുണ്ടോ, അതെല്ലാം എന്നെ പറഞ്ഞു. നീ തെണ്ടി തിന്നുകല്ലേടി എന്റെ കോസ്റ്റ് ചെന്നിട്ട് നിന്റെ മക്കളെ ഞാൻ വിടത്തില്ലടി എന്നൊക്കെ പറഞ്ഞ് മക്കളെ പിടിച്ചു വെക്കാനൊക്കെ ഒരുങ്ങി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കില് ഞങ്ങൾ പോവാന്ന് പറഞ്ഞു കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് ഞാനിങ്ങ് പോന്നു. ഞാൻ പറഞ്ഞേ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടെങ്കിലേ ഈ നാട്ടുകാർക്ക് എന്നെ വേണം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. അങ്ങനെ സംഭവങ്ങള് കേരളത്തില് ഒത്തിരി ഈ കൊടുങ്കാറ്റുകളും എല്ലാം ഉണ്ട്. അതൊക്കെ അങ്ങ് പോട്ടെ, എല്ലാ കൊടുങ്കാറ്റും സഹിച്ചു ഞങ്ങള്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം യേശു മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്നുള്ളത് തിട്ടമായിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി. അതോടുകൂടി ഞങ്ങൾക്ക് ഡ്യൂട്ടി തന്നതാണ് ജാദുടോണ തന്ത്രമന്ത്രങ്ങള് തീറ്റയും കുടിച്ചും വെച്ചിരിക്കുന്നവരെ ഗുണ്ടകളെ ഒക്കെ കെട്ടഴിക്കുക. ഇതാണ് ഞങ്ങൾക്ക് തന്ന ഡ്യൂട്ടി. ദൈവം തന്ന ഫസ്റ്റ് ഡ്യൂട്ടിയാണ് അത്. അത് ഞങ്ങളൊന്നും പോകണ്ട, ദൈവം വീട്ടിലേക്ക് തന്നെ കൊണ്ടുതരും. അവരുടെ കെട്ടും കാണിച്ചു തരും. അവരെ എന്ത് കെട്ടിലാണ് അത് നമ്മൾ ഉപവാസ പ്രാർത്ഥന എടുത്ത് അതഴിച്ച് കെട്ടഴിച്ച് സ്നാനം കൊടുത്താൽ പിന്നെ അവരെ വിടുന്നത്. അങ്ങനെയുള്ള വേലകൾ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള വേല പിന്നെ അത് ഞങ്ങള് ഒറീസയിലേക്ക് പോകാൻ തുടങ്ങി. ഒറീസയിലും ഇങ്ങനെ അപ്പം ഞങ്ങൾ ഇങ്ങനെ വിശ്വാസത്തിൽ വന്നപ്പം എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്തയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ദൈവം തന്ന വചനമാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പര നിറയ്ക്കുന്നില്ല, അതുപോലെ ഞാൻ നിങ്ങളെ പോറ്റും. അതിലും നിങ്ങൾ എത്ര ഉത്തമരാണ്. സുലൈമാനെ പോലും ഞാൻ ഇത്ര നല്ലതായിട്ട് ഉടുപ്പിച്ചിട്ടില്ല, അതിലും നല്ലതായിട്ട് ഞാന് നിങ്ങളെ ഉടുപ്പിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഞങ്ങൾ കരഞ്ഞപ്പം എന്റെ സഹോദരന്റെ കയ്യിലോട്ട് ഒരു പേന കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നീ എന്നെ പറ്റി എഴുതാൻ പറഞ്ഞു. നീ എഴുതാൻ പറഞ്ഞു. സഹോദരൻ പുസ്തകം എഴുതുന്നയാളാ. പുസ്തകം എഴുതാൻ തുടങ്ങി. ദൈവം കൂടെ ഇന്ന് തന്നെ പുസ്തകം എഴുതിച്ചു. അത് പ്രിന്റ് ചെയ്യാനും ഇപ്പോഴും പുസ്തകം എഴുതി അത് വിൽക്കാനായിട്ട് ആൾക്കാരുണ്ട്. ആ പുസ്തകം കൊണ്ട് പോയി വീടുകൾ തോറും വിൽക്കുന്ന അത് ഇപ്പൊ ചെയ്യുന്ന പണിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുസ്തകം വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഞങ്ങൾ ഒറീസയ്ക്ക് അങ്ങ് പോകും. അങ്ങനെ പോയി ഒറീസായി പോയി. അന്ന് അവിടെ നടന്ന ഒരു വലിയ സംഭവമാണ്. ഇന്നത്തെ വിശ്വാസികളും ആരും വിശ്വസിക്കത്തില്ല ഈ ജാദു ടോണ മന്ത്രം എന്നൊക്കെ പറഞ്ഞ. എന്നാൽ ഇതെല്ലാം ഉള്ളതാ, എല്ലാം ഉണ്ട്. ഭക്ഷണത്തിൽ കലക്കി കൊടുക്കുക, വെള്ളത്തിൽ കലക്കി കൊടുക്കുക, ഇറച്ചിയിൽ കൊടുക്കുക, ഇതെല്ലാം ഇന്നും ഉണ്ട്. അതിനെയൊക്കെ കെട്ടഴിച്ച് വിട്ടതാ ഞങ്ങള്. ഒറീസയിലൊരിടത്ത് ചെന്നപ്പോ രണ്ടുപേർക്ക് സ്നാനം കൊടുക്കാൻ വേണ്ടി ചെന്നതാ, സഹോദരിയും സഹോദരനും. അപ്പം എന്റെ ഭർത്താവ് ശശി ബ്രദർ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഒരു സങ്കീർത്തനം വായിക്കാൻ ഒരുങ്ങിയപ്പോ ഈ സഹോദരി താഴെയിട്ട് അങ്ങ് ബോധം കെട്ട് വീണുക. എന്നിട്ട് ഏതാണ്ടെല്ലാം പറയാ, ഒടിയക്കാരത്തിയാ. അപ്പൊ ഇവര് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഹിന്ദിക്കാര് അവിടെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഇവര് പറയുന്നത് ഇവരാരാ, ഞാൻ മോഹിനിയാന്നാ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഈ മോഹിനി ആരാ? അത് ഒറീസയിലെ ഒരു ദേവിയാ. അമ്മാവൻ കേറ്റുവിട്ടതാ മരുമോളിന് മോഹിനിയെ. അപ്പൊ പിന്നെ അവളെ പിടിച്ചോണ്ട് വന്ന വീട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങി പോകത്തില്ല. അവസാനം യഥാർത്ഥത്തിൽ കൂടത്ര മന്ത്രവാദമാണെങ്കിൽ പിശാചാണെങ്കിൽ ഒറ്റ കാരണം അവസാനം ഇറങ്ങി പോകാൻ ഈ എഴയിക്കും. എഴയാൻ പറഞ്ഞാൽ എഴയും. ജാദുടോണ തന്ത്രമന്ത്രം. അങ്ങനെ ഇതിനോട് എഴയാൻ പറഞ്ഞപ്പം ഇത് പറഞ്ഞു, ഞാൻ എഴയത്തില്ല, യേശുമസി തൂ മഹാനെ, പ്രഭു തൂ മഹാനെ എന്ന് പറഞ്ഞു. നീ ഇറങ്ങിപ്പോകും. അന്നേരം പറഞ്ഞില്ല, ഞാൻ ഇറങ്ങി പോകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെയും പ്രാർത്ഥിച്ചു അവസാനം പറഞ്ഞു, ഞാൻ എഴയത്തില്ല, ഞാൻ 3 പ്രാവശ്യം തല നിലത്തിട്ട് അടിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം തല നിലത്തിട്ട് അടിച്ചു. ഇവര് പോവുകയും ചെയ്തു. അവള് ബോധം കെട്ട് വീഴുകയും ചെയ്തു. പിന്നെ അവർക്ക് സ്നാനം കൊടുത്താണ് വിട്ടത്. ഒറീസയിൽ അങ്ങനെ നടന്ന ഒരു അത്ഭുത കാര്യങ്ങളാണ്. ജാദുടോണ തന്ത്രമന്ത്രം ഇപ്പോഴും ഉള്ളതാണ്. അത് വിശ്വാസികൾ ആഭിചാര ദോഷം അത് ഇപ്പോഴും ഉള്ളതാണ്. അതൊക്കെ പിന്നെ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ദൈവം മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ശത്രു ആരാണ്. ഇപ്പം ഈ ലോകത്തെ നയിക്കുന്ന പ്രഭുവിനെയാണ് ദൈവം കാണിച്ചു തരുന്നത്. അവന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളുമാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഇവൻ ആരാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പൊ ഈ അമ്പലത്തിൽ ഇരിക്കുന്നവരാ അവരെ അതൊക്കെ ആരാണെന്നും പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് വിവേചിച്ച് കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ വേല ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വേല ചെയ്തു വന്ന പിന്നെ വേറെ ഒരു അതിശയമാണ് നമ്മൾ ചെയ്തത്. 15 വർഷമായിട്ട് ഒരു വീട്ടിൽ കൂട്ടിയിട്ടിരുന്ന ഒരു ചെറുക്കനാ.
25 വയസ്സില് അവൻ ഭ്രാന്ത് പിടിച്ചതാ. അല്ലാണ്ട് അവനെ തീറ്റിച്ചതാ, അവനെ ഭക്ഷണത്തിൽ തീറ്റിച്ചതാ. 25 വയസ്സിൽ അവനെ തീറ്റിച്ചിട്ട് അവന്റെ അമ്മ ടീച്ചറായിരുന്നു, വലിയൊരു വീട്, പൈസക്കാരെ എല്ലാമായിരുന്നു. ഇവൻ ഭ്രാന്തനായി. എല്ലായിടത്തും കൊണ്ട് ഇവര് ചെയ്യാനൊന്നുമില്ല. വീട്ടിൽ അവനെ പൂട്ടിയിട്ടു. അമ്മ വേറെ പോയി വാടകയ്ക്ക് താമസിച്ചു. എങ്ങനെയോ ഞങ്ങളെ പറ്റി ഞങ്ങൾ ഇങ്ങനെ വിടുതൽ കൊടുക്കുന്ന ഡ്രഗ്സ് അഡിക്ട്സ് 2-3 പേര് വിടുതൽ പ്രാപിച്ചു. അപ്പൊ ഇത് കേട്ടോണ്ട് ഒരു പാസ്റ്റർ ഞങ്ങളുടെ അടുക്ക വന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരാളുണ്ട് 15 വർഷമായിട്ട് കിടക്കും. ഇപ്പൊ ആ ചെറുക്കന് 40 വയസ്സായി, 25 വയസ്സ് കയറിയതാ. ശശിപ്രദ, നിങ്ങൾക്കൊന്ന് പോകാമോ എന്ന് ചോദിച്ചു. എടാ, 15 വർഷമായിട്ട് കിടക്കുക. ഞങ്ങൾ പറഞ്ഞു പോകാം, ദൈവം കൂടെ ഉണ്ടേ പിന്നെ അതിനെ വിട്ടിരിക്കുന്നെങ്കിൽ നമ്മളെന്തിനാ പഠിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂടെ കൂട്ടുകാരും ഉണ്ടല്ലോ 5-10 പേരെ, അവരെ വിളിച്ചോണ്ട് ഞങ്ങൾ പോയി. അവന്റെ വീട്ടിൽ ചെന്ന് തിണ്ണേലിരുന്ന് അവൻ മുറ്റത്തിരുന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കൂട്ടുകാരും ഉണ്ട്, 5-6 പേരുണ്ട്. എല്ലാരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. 7-ാം ദിവസം ദൈവം അവിടെ ഇറങ്ങി വരുക. ദൈവം ഇറങ്ങി വരുന്ന എന്നില് നിറഞ്ഞു തുളുമ്പി ഒഴുകുക. അപ്പൊ എന്നിലാണ് ദൈവത്തിന്റെ ആത്മാവിലെ ആ ഇത് മോശയ്ക്ക് കൊടുത്തിട്ട് പിന്നെ അഹ്റോനോട് പറഞ്ഞ അഹ്റോന ശാസിക്കുന്ന സംസാരിക്കുന്നത്. അപ്പൊ എന്റെ ശരീരത്തിൽ കൂടി ഇങ്ങനെ ആത്മാവ് ഒഴുകിയപ്പോ ഞാൻ സഹോദരനോട് പറഞ്ഞു, ഇതും പ്രാർത്ഥിക്കേ, കഥവ് തുറക്കേ, കഥ തള്ളി തുറക്കാൻ പറഞ്ഞു, പൊട്ടിക്കാൻ പറഞ്ഞു. കഥ ദൈവം നമ്മോട് കൂടെയുണ്ട്, കഥ നിങ്ങൾ പൊട്ടി തുറക്കാൻ പറഞ്ഞപ്പം ചെറുക്കന്മാരെല്ലാം കൂടി ചെന്ന് വലിയ താല പൊട്ടിച്ചു. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്നത്. ഇവൻ വല്ല അടിക്കാനോ വല്ലോ വരികയാണെങ്കിൽ നമ്മള് ദൈവമല്ലേ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഞാനങ്ങ് തലയ്ക്കലങ്ങ് കയ്യും പൊക്കി ഞാനങ്ങ് നിന്നു. ഞാൻ ഇവരെല്ലാം പുറകിലാക്കി ഞാൻ തലയ്ക്ക് നിന്നു. കഥവ് തുറന്നു. ഓ, 6 അടി നീളമുള്ള ഒരു ചെറുക്കനാ, 6 അടി. അപ്പൊ 15 വർഷമായിട്ട് കിടക്കുന്ന അവൻ എങ്ങനെയാ അവന്റെ കണ്ടീഷനെ ഓർത്ത് നോക്കിക്കേ. അപ്പൊ പയ്യെ ഇറങ്ങി വരാൻ തുടങ്ങി. പയ്യെ അവൻ ഇറങ്ങി വന്നു. ഞാൻ കയ്യും പൊക്കി, ആത്മാവിന്റെ കൂടി വ്യാപിക്കുന്നുണ്ട്. ഞാനാ നിമിഷയോ ഇപ്പൊ അത് ഓർക്കുമ്പോഴത്തേക്ക് ഞെട്ടലാ തോന്നുന്നത്. എന്റെ ദൈവമേ, എന്ന ദൈവത്തിന്റെ ആ ശക്തിയില് ഇവൻ ഇറങ്ങി വന്നു. ഒന്നും ചെയ്തില്ല. വന്ന ഉടനെ എന്റെ തലയെ കൈവച്ചു. എന്റെ തലയിൽ ഇവൻ കൈവെക്കുക ചെയ്തത്. അവനെ പിടിച്ചു താഴോട്ടിറക്കി. അവന്റെ ദീക്ഷയൊക്കെ എന്തോ, നഖവും ഒക്കെ എന്തോ. അപ്പൊ അന്ന് കറങ്ങിയ കൂളർ ഇപ്പോഴും അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുക. ചുക്കില് 15 വർഷമായിട്ട് വീട്ടിൽ കയറാത്ത വീടിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ചെന്നൈ ഉടനെ കഴിക്കുന്ന അമ്മ ജനലിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അവന് കുക്കറും പൈസയും എല്ലാം ഇവന് കൊടുക്കും. വീടിന്റെ അകത്ത് തന്നെ അവൻ ഉണ്ടാക്കും. ഇവന് കുക്കർ വേണമെന്ന് പറയുമ്പോ അവന്റെ വീട്ടിൽ നോട്ട് കെട്ടുകളായിരുന്നു കിടന്നത്. ഇവൻ ആഹാരം തന്നെ ഉണ്ടാക്കും. ബോധമുണ്ട്. തിന്നുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇങ്ങനെ ഈർക്കിരി പോലെ ഇരുന്നത്. കുക്കർ ഒരു കടയിൽ വെക്കാനുള്ളിടത്തോളം പാത്രങ്ങള്, കുക്കറ്, പൈസ, നോട്ട് കെട്ടുകള്, ചില്ലറ പൈസകള് എല്ലാം വീട് നിറച്ചങ്ങ് കിടക്കുക. ഞങ്ങൾ കഥവ് തുറന്ന് ആരും അകത്തോട്ട് കയറ്റിയില്ല. കഥവ് തുറന്നപ്പോ കൂടെ വന്ന പാസ്റ്റർ മാത്രമേ ഉള്ളൂ. അയാളും കയറിയില്ല. അവസാനം അവനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു. ഇവന് പ്രാർത്ഥിച്ചു, വെള്ളം കുടിപ്പിച്ചു, വെള്ളം കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം തൊട്ട് ഇവന്റെ വീടിന്റെ അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ വീടിന്റെ കണ്ടീഷൻ പെട്ടെന്ന് തള്ളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ചെറുക്കന്മാർ 4-5 പേരുണ്ടല്ലോ. അവരോട് പറഞ്ഞ് ഇവന്റെ മുടിയും വെട്ടിച്ചു. അയ്യോ, ഇവനെ കുളിപ്പിച്ച്, ഇവനെ വൃത്തിയാക്കി, ഇവനെ പുതിയ വസ്ത്രങ്ങളും ധരിപ്പിച്ചു. പ്രാർത്ഥനയും തുടങ്ങി. വീട് പോത്തായി ചെയ്യിച്ചു, വീട് വൈറ്റ് വാഷ് ചെയ്യിച്ചു. എല്ലാം ഞങ്ങള് ചെന്നോരെല്ലാം ചെയ്തു. ആ പൈസകൾ മൊത്തം ആരെ കൊണ്ട് തൊടിയിക്കാതെ എടുത്ത് ആ പാസ്റ്റർ, എന്റെ ഇതൊന്നും നമുക്കറിയത്തില്ല, നമുക്കതിലൊന്നും കാര്യമില്ല. നമുക്ക് ഇവന്റെ കെട്ടഴിക്കുക എന്നുള്ളതാണ്. കെട്ടഴിച്ച് വിട്ടാ പിന്നെ നമ്മുടെ ഇത് തീർന്നു. പക്ഷെ അവനെ പിന്നെ വിളിച്ച് ഞങ്ങളുടെ ചർച്ചിൽ കൊണ്ടുപോയിട്ട് അവന് ആ 15 വർഷത്തെ ഓർമ്മയില്ല. 25 വയസ്സ് BSPയിൽ അവന് ജോലി കിട്ടാൻ വേണ്ടി അവന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതാ. അന്നേരമായി ഇവനെ ആരാണ്ട് എന്തോ തീറ്റിച്ചത്. അങ്ങനെ വന്നു. അവനെ ചർച്ചിൽ കൊണ്ടുവന്ന് സമർപ്പണം ചെയ്യിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവനെ സമർപ്പിച്ചു. അവൻ ഏറ്റു പറഞ്ഞു. അവൻ രക്ഷിക്കപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഇനി പിരിയുക.
പിന്നെ അങ്ങ് മാറി. പിന്നെ പാസ്റ്ററല്ലേ കൊണ്ടുവന്നത്, പിന്നെ പാസ്റ്റർ അവനെ കൈകാര്യം ചെയ്തോളും. അത്രയേ ഉള്ളൂ. കെട്ടഴിച്ചു. അങ്ങനെ പലരുടെ കെട്ട് ഡ്രഗ്സ് അങ്ങനെ അതൊന്നും പറഞ്ഞ് തീരാനായിട്ട് സമയമില്ല. 5:30 ഞാൻ നിർത്തണ്ടേ. കുഴപ്പമില്ല ആന്റി പറഞ്ഞു. ഇവൻ പിന്നെ എവിടെ ഉണ്ടെന്ന് വല്ല വിവരം ഉണ്ടായിരുന്നു? അന്വേഷിക്കുമല്ലോ ചെയ്തു. ചെയ്തു. അവന്റെ അമ്മയ്ക്ക് പിന്നെ ഇവന്റെ കാര്യം കയറി പിടിച്ചു എന്നാ കേട്ടത്. അവന്റെ അമ്മ പാകരായി. പിന്നെ അമ്മ പാകരായതിനോടുകൂടി ദൈവം അവനെ രക്ഷപ്പെടുത്തി. അവൻ തീർന്നു പോയെന്നാ കേട്ടത്. അവൻ മരിച്ചു. അവനെ ദൈവം എടുത്തു, രക്ഷിക്കപ്പെട്ട്. സ്നാനപ്പെട്ടോന്നും അറിയത്തില്ല, പാസ്റ്ററിനോട് ചോദിച്ചില്ല. അവനെ ദൈവം അങ്ങ് എടുത്തു. അങ്ങനെ രക്ഷപ്പെടുത്തിയ ആൾക്കാര് അനേകര് ഉണ്ട് ഞങ്ങളുടെ ഇത്. അവസാനമായിട്ട് ദൈവം തന്നത് ഒരു 4 ഗുണ്ടകളെയാണ്. അവസാന ശുശ്രൂഷയായിരുന്നു ഞങ്ങൾ ചെയ്ത 4 ഗുണ്ടകൾ. അത് വേറെ ആരുമല്ല, മർത്തോമാക്കാരായിരുന്നു. മർത്തോമാക്കാർ 4 പിള്ളേർ, ഒരു തന്തയ്ക്കുള്ള 4 പിള്ളേര്, 4 ആൺപിള്ളേരും ഒരു പെണ്ണുമായിരുന്നു. 4 പേരും BSP ജോലി. അമ്മയും BSP ജോലിക്കാരത്തി, അപ്പനും BSP ജോലി. നല്ല പൈസ, ചെറുക്കന്മാര് പഠിത്തവും ഒക്കെ ആയിട്ട് അടിയും പിടിയുമായിട്ട് 4 പേരും അങ്ങ് ഗുണ്ടകളായി തീർന്നു. യെസ്. അവരുടെ ഈ വിലായിക്ക്, ഞങ്ങളിപ്പോ താമസിക്കുന്ന വിലായിൽ അവര് ഒരു പേടി സ്വപ്നമായിരുന്നു. പേടി സ്വപ്നമായിരുന്നു. കാര്യം അവര് പോലീസിന്റെ കസ്റ്റഡിയില് ഇവിടെ വിശേഷം ഹോളി വരികയാ, അല്ലെങ്കിൽ ദീപാവലി വരികയാണെങ്കിൽ ഗുണ്ടകളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ഇവരെ അകത്ത് പിടിച്ചിടുന്നവരാ. അവരുടെ മറ്റേ പുറമേയുള്ള കാര്യമൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രവാചകി ഉണ്ടെന്ന് പറഞ്ഞ ആ സിസ്റ്ററിന്റെ ഭർത്താവ് ഞങ്ങളെ കൊണ്ട് അവരുടെ വീട്ടില് ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോവുകയും ഇയാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ബന്ധം വന്ന് 4 ആൺപിള്ളേരെ അവിടെ പ്രാർത്ഥിച്ചു. അവരെ പ്രാർത്ഥിച്ച് അത് ഭയങ്കര ഒരു ഇതാണ്. അവസാനം അവരെ കെട്ടാൻ വേണ്ടി ദൈവം കയറിട്ട് തന്നു ശശി ബ്രദറിന്റെ കയ്യിൽ. അവർ 4 പേരിൽ ഒരാളെ ദൈവം അങ്ങ് കൊന്നു. എങ്ങനെയോ അങ്ങ് കൊന്നു. അവരെ സ്നാനവും ചെയ്യിപ്പിച്ച് സ്നാനം ചെയ്തില്ല. അവര് ഇങ്ങനെ ഗുണ്ടകളായിട്ട് നടക്കുന്ന സമയത്ത് ഇവരുടെ തന്ത മരിച്ചുപോയി. സഹോദരി വിവാഹം ചെയ്തു. തള്ള ഇവര് മാത്രമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തള്ള ഇവരുമായിട്ട് വഴക്കും ഒക്കെയാണ്, ബഹളവും ഒക്കെ ആയിട്ട് ഈ പാസ്റ്ററാണ് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ഞങ്ങളെ കൊണ്ടായി പാസ്റ്റർ പോകുന്നത്. ഞങ്ങളങ്ങ് ദൂരെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ആ വീട്ടിൽ ബഹളം ഒന്ന് ഇളകുക. ഇവരുടെ സമയമായി, കെട്ടാനുള്ള സമയമായപ്പം ഭയങ്കര പ്രശ്നമായി. എന്റെ സഹോദരനെ കൊന്നത് ഈ ഗ്രാമക്കാരാണെന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ ഇവര് വഴക്കും ബഹളം ഉണ്ടായി. വഴക്കും ബഹളം ഉണ്ടാക്കിയപ്പോ ഈ ഗ്രാമക്കാരെല്ലാരും കൂടെ ബാക്കി ഉണ്ടായിരുന്ന 3 പേരെ അങ്ങ് തല്ലിച്ചതച്ച് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി ഇവരെ ജീവനോടെ വിട്ട മസി ബോക്സിലാക്കി ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞു. അർത്ഥപ്രാണരാക്കി വിട്ടു. അപ്പൊ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച പരിചയമുണ്ടല്ലോ. അപ്പൊ ഇവര് സ്റ്റേഷനിൽ കിടന്നുകൊണ്ട് പോലീസുകാരുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തയച്ചു ഞങ്ങളുടെ പേർക്ക്. പോലീസുകാർ ഞങ്ങൾക്ക് എഴുത്ത് കൊണ്ട് തന്നപ്പം ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലില്ല, കാലിന്റെ മുട്ടും എല്ലാം പൊട്ടി 2 പേരും ഹോസ്പിറ്റലിലാണ്, ഒരാൾ വേറെയാണ്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരാൾ ജയിലില്, 2 പേര് ഹോസ്പിറ്റലില്. അപ്പം ഈ എഴുത്ത് പോലീസുകാരൻ കൊണ്ട് തന്നപ്പം ഞങ്ങൾ പോയി ചെന്നപ്പം പോലീസ് കാവലോടുകൂടി 2 ഇരട്ടകളാണ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞു. അപ്പൊ ഇവരെ പ്രാർത്ഥിച്ച് നേരെയായെന്ന് വിചാരിച്ചതല്ലേ. പിന്നെ അവരെ കൂട്ടിക്കൊണ്ട് ഞങ്ങള് നമ്മുടെ വീട്ടിൽ വരിക. അവർക്ക് പിന്നെ ഗ്രാമത്തിലോട്ട് എന്നാൽ അവര് തല്ലും. അമ്മാമ്മയെ എവിടാന്ന് കാണാനില്ല. ഞാന് എന്റെ ഭർത്താവിനോട് പറഞ്ഞ അമ്മാമ്മയെ തിരക്കി പിടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് എല്ലാരെയും കൂടെ പിന്നെ ഞങ്ങളുടെ വീട്ടില് വെച്ചു. ആ വീടിന്റെ മേലിൽ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുണ്ട്. മുകളിലൊരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയുടെ അകത്തോട്ട് അമ്മാമ്മ ജോലിക്കാരിയായിരുന്നു. മാസം തോറും വരുമാനമുണ്ട്. ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഒക്കെ പലിശ കിട്ടാറുണ്ടായിരുന്നു. ഇവരെ 3 പേരെയും കൂടെ പിന്നെ അങ്ങോട്ട് അമ്മാമ്മ പറഞ്ഞ് അവർ ജയിലിൽ കിടന്നോട്ടെ, അവരെ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ സ്വത്തെല്ലാം ഇവരെ ജയിലിൽ നിന്ന് ഇറക്കി ഞാൻ നശിപ്പിക്കുക, ഇനി ഞാൻ ഇറക്കുന്നു. അപ്പൊ എന്റെ മനുഷ്യൻ പറഞ്ഞു, ഒരു ചാൻസും കൂടെ അവർക്ക് കൊടുത്തേ, അവരവിടെ കിടന്നാൽ നശിക്കത്തേ ഉള്ളൂ. അമ്മാമ്മയുടെ സ്വത്ത് ഇനി ഉള്ളതും കൂടെ ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നു പറഞ്ഞ് ശശി ബ്രദറിന്റെ വിശ്വാസത്തില് ആ അമ്മാമ്മ അവരെ ജയിലിൽ നിന്ന് ഇറക്കി. ആരുമില്ല, ആരും നോക്കാൻ വന്നില്ല, ഒരു വിശ്വാസിയും നോക്കാൻ വന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു, വീട്ടിൽ വെച്ചു. പിന്നെ ഇവരെ മേലിൽ തന്നെ എങ്ങും വിടാതെ താമസിച്ചു, പ്രാർത്ഥിച്ചു.
അപ്പൊ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. അവിടെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവന്മാർക്ക് പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷയോടുകൂടി ദൈവം കൊടുത്തു. ഉപവാസത്തോടെയാ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഇവരോട് പറഞ്ഞു, 7 ദിവസം നിങ്ങൾ ഒന്നും തിന്നാതെ, രാത്രി പകലും തിന്നാതെ ഉപവാസം എടുക്കണം. അന്യഭാഷയോടുകൂടി ഇവര് പറഞ്ഞു. കള്ളുകുടിയന്മാരായിരുന്നു, ഭയങ്കര കുടിയുമായിരുന്നു. അതൊക്കെ നിർത്തി ദൈവം ഇതെന്ത്. അപ്പം നിങ്ങൾ നീക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മാമ്മ അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളോട് ദൈവം എവിടെന്നാ സംസാരിച്ചേ? വെളിയിൽ കൂടെ സംസാരിച്ചു, അകത്തൂടെ സംസാരിച്ചു, അതിന് തെളിവെന്തവാ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കട്ടിലേക്ക് ഒരു പിടി തീ എടുത്ത് ഇങ്ങനെ ദൈവം ഇട്ട് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ 7 ദിവസം ഉപവസിക്കാൻ പറയുന്നു. അപ്പൊ ആരുമില്ല. പിന്നെ ഞങ്ങളും അമ്മാമ്മയും ആ പിള്ളേരും ഉപവസിച്ചു. ഇവന്മാരും കാന്താരിയാ എന്നെ കാണിക്കുക ദൈവം. കാന്താരിയെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒന്ന് കരണം പൊട്ടി, മറ്റേത് ചെറിയ കാന്താരി. ഞാനിങ്ങനെ പിന്നെ സൂക്ഷിച്ചു വെച്ചേക്ക് എന്നെ കാണിക്കുക, അല്ലാതെ നമ്മൾ ഇതിൽ ഇടപെടുവോ? ഞാൻ ഇങ്ങനെ അതിനെ സൂക്ഷിച്ച് പൊതിഞ്ഞ് വെച്ചേക്കുക. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഇത്. എന്റെ ദൈവമേ, അതൊക്കെ എന്റെ പൊന്നു ദൈവമേ, ഇപ്പൊ ഓർത്ത വിറയിൽ വരും. ഇവന്മാര് ഭയങ്കര ശക്തിശാലികളാ, ഗുണ്ടകളല്ലായിരുന്നോ? അവസാനം ഉപവാസമാ. പിറ്റേ ദിവസം തൊട്ട് ഉപവാസം. ശരി, നാളെ തൊട്ട് ഉപവാസമാ നിങ്ങൾക്ക് വേണ്ടി. സ്റ്റെപ്പ് കയറി മേലിൽ ചെന്നപ്പം അമ്മാമ്മ അരി പേറ്റുവാ. ഞാൻ ചോദിച്ചു, അമ്മാമ്മ എന്താ ഈ അരി പേറ്റുന്നത്? അത് അവന്മാർ ഉപവാസം ഒന്നും ഇരിക്കുന്നില്ലെന്നാ ഒന്ന് പറഞ്ഞേ. അവന്മാർക്ക് കഴിയല്ലെന്ന് പറഞ്ഞു. ചോറ് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അമ്മാന്റെ അടുക്ക ചെന്ന് ചോദിച്ചു, ആരാ ഉപവാസം ഇരിക്കാൻ പറഞ്ഞു? ശശി ബ്രദർ പറഞ്ഞു നിങ്ങളോട് ഉപവാസം ഇരിക്കാൻ. ആരാ നിങ്ങളോട് പറഞ്ഞു ഉപവാസം ഇരിക്കാൻ? അത് ദൈവമാ പറഞ്ഞേ, ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞതേ. അമ്മാമ്മ അരി പാത്രത്തിൽ കൊണ്ടിടേ, വന്നിരിക്കും ഇവിടെ. നമുക്ക് ദൈവത്തിന്റെ ശക്തി, നമ്മളല്ല സംസാരിക്കുന്നത്, ദൈവമാ ഇവിടെ വന്നിരിക്കേ എന്നും പറഞ്ഞു ഉപവാസം അങ്ങ് തുടങ്ങി. രാത്രി പകലും അവന്മാര് ഞങ്ങൾ ഒരു നേരം കഴിച്ചോണ്ടിരുന്നു. അപ്പം അമ്മാമ്മ എന്നോട് പറയുന്നുണ്ട്, ശാന്തമ്മ സിസ്റ്ററെ, ഇവന്മാർക്ക് സ്നാനം കൊടുക്കാതെ ഇവന്മാർ ഇവരൊന്നും വിടരുത്. ഇവന്മാരല്ലാതെ ചെയ്തു പോയാൽ ഞങ്ങളുടെ സഹോദരനെ കൊണ്ടുവന്ന ആൾക്കാരാരാന്ന് പറഞ്ഞ ആ വേളം ചെല്ലും, ഇവന്മാർക്ക് പിന്നെ അടി കിട്ടും. അപ്പൊ ഇവന്മാർക്ക് ദൈവത്തെ ഭയമാണ്. സ്നാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് തെറ്റ് ചെയ്യാൻ പറ്റിയ അത്ര വിശ്വസ്തരാ ഇവരെ. ഭയങ്കര വിശ്വസ്ത പിള്ളേരാ. തെറ്റ് ചെയ്യാൻ പറ്റിയാലെന്ന് ഇവർക്കറിയാം. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മാമേ ഒരുക്കം പൂർത്തിയാകുന്നില്ല. ഞാൻ സാരിയും എല്ലാം ഉടുത്തിട്ടുണ്ട്, പക്ഷെ എന്റെ ബ്ലൗസ് വെള്ളയല്ല അമ്മാമേ കാണുന്നത്. എന്താ ഇവിടെ തെറ്റ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ പിള്ളേരോട് എന്ന് ചോദിച്ചു, നിങ്ങളെ ദൈവം വെള്ളവോ വല്ലതും കാണിച്ചോ? നിങ്ങൾ കുളിക്കുന്നതായിട്ടോ വല്ലതും ദൈവ സ്വപ്നത്തിൽ നിങ്ങൾ വല്ലതും കണ്ടോന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ കണ്ടായിരുന്നു, ഒരു പാറയുടെ മേളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഞങ്ങളെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നു, നിങ്ങൾ രണ്ടും ഞങ്ങളുടെ പുറകെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മണ്ടന്മാരെ, അത് സ്നാനത്തെ പറ്റി അല്ലയോ കാണിച്ചത്? നിങ്ങൾ സ്നാനം ചെയ്യാതെ നിങ്ങൾക്ക് കൂടി പോകാൻ പറ്റത്തില്ല. ഇല്ലില്ല, ഞങ്ങൾ സ്നാനം ചെയ്യത്തില്ല. കാലൊക്കെ അപ്പൊ മുട്ടൊക്കെ പൊട്ടിയതൊക്കെ സുഖമായി, ഞങ്ങൾ സ്നാനം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. വേണ്ട. അപ്പൊ അമ്മാമ്മ പറയുന്നുണ്ട്, ഇവരെ സ്നാനം ചെയ്യാതെ വിടിയിക്കരുത്. അവസാനം വെള്ളിയാവുക, ശനി ഞായറാഴ്ച ചർച്ചിൽ പോകേണ്ട ദിവസമാണ്. വെള്ളിയാഴ്ച ആയപ്പോഴും ഇവരോട് പറഞ്ഞു സ്നാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ സ്നാനം ചെയ്യത്തില്ല, ഉപവാസം ഇരിക്കുക, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളെ സ്നാനം ചെയ്യാനാ കാണിച്ചിരിക്കുന്നത്, ഒരുക്കം പൂർത്തിയാകുന്നില്ല. നിങ്ങൾക്ക് അന്ന് ഇവർക്ക് 28 വയസ്സോടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 28 വയസ്സൊക്കെ കാണും അവർക്ക്. അപ്പൊ നിങ്ങൾ സ്നാനം ചെയ്യാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അപ്പൊ വെള്ളിയാഴ്ച പറഞ്ഞു, അപ്പൊ താഴെ ഇറങ്ങി വരും. ഞങ്ങൾ താഴെ ഒരു മേളില് സ്റ്റെപ്പ് 10-15 സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ മതി. ഒരു ദിവസം രാത്രി വന്ന് പറഞ്ഞു, ശശി ബ്രദറെ, അപ്പൊ ഇവര് പെണ്ണുങ്ങളോട് അങ്ങനെ മിണ്ടത്തൊന്നുമുള്ളവരല്ല, ഗുണ്ടകളാണേലും പെണ്ണുങ്ങളോട് ശല്യമൊന്നുമില്ല. എന്നോടും ഭയങ്കര റെസ്പെക്റ്റാ, എന്നോടും അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കത്തൊന്നുമില്ല. ശശി ബ്രദറിനോടാ. ശശി ബ്രദറെ, ഞങ്ങൾ സ്നാനം ചെയ്യാം, പക്ഷെ ഞങ്ങൾക്ക് കണ്ടീഷൻ ഉണ്ട്. അതെന്താ? ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് തരണം, പുതിയ ഡ്രസ്സ്. അതുപോലെ ഞങ്ങളെ ചർച്ചിന്റെ അടുക്കലുള്ള തലാബിൽ ഞങ്ങൾ സ്നാനം ചെയ്യത്തില്ല കുളത്തിൽ. ഞങ്ങൾക്ക് ഇവിടുന്ന് ദൂരെയുള്ള ശിവനാഥ് നദിയിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് സ്നാനം തരണം. അപ്പൊ ഞങ്ങൾക്ക് 7 മണിയാകുമ്പോ സ്നാനം തരണം എന്ന് പറഞ്ഞു. അന്നേരം അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ ഈ കണ്ടീഷനൊക്കെയാ. അമ്മാമ്മ പറഞ്ഞു, എനിക്കിപ്പോ പുതിയ ഷർട്ട് വാങ്ങിക്കാൻ എനിക്ക് എവിടെയാ കാശിരിക്കുന്നത്
അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ ഇത് പ്രാർത്ഥിക്കല്ലേ, ഈ കാന്താരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കയറിങ്ങനെ സ്വർഗീയ കയറ്, പരിശുദ്ധാത്മാവ് കയറ് പോലെ വന്നിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ വീഴുക. ഓ മൈ ഗോഡ്, എനിക്ക് മനസ്സിലായി ഓമാരെ കെട്ടാൻ വേണ്ടിയാ ദൈവം കയറിട്ട് തന്നിരിക്കുകയാണ്. ഓ നമ്മൾ പറയുന്നത് ചുമ്മാതല്ല, ഈ കയറും ഇതൊക്കെ എന്റെ അനുഭവമാണ്. കയറിട്ട് തന്നു ഈ ചെറുക്കന്മാരെ രക്ഷപ്പെടുത്താൻ. ഞാൻ അന്ന് വൈകിട്ട് ഞാൻ ശശിബ്രദറിനോട് പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ഓമാരെ പോയി കെട്ടിക്കോ, കയറിട്ട് തന്നിട്ടുണ്ട്, പോയി കെട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവന്മാരോട് എന്ന് പറ, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും ശശിബ്രദർ ചെയ്യുകയില്ല. 7 മണിക്ക് സ്നാനം തരാം, അത് ചർച്ചിന്റെ അടുത്തുള്ള തകടാബാന്ത് ആ കുളത്തിൽ തന്നെ നിങ്ങൾക്ക് സ്നാനം തരാം. അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ഡ്രസ്സ് മാറിക്കോണം, പുതിയ ഡ്രസ് ഒന്നുമില്ല, അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ഡ്രസ്സ് മാറിക്കോണം. നിങ്ങളുടെ കണ്ടീഷനിൽ പുതിയ ഡ്രസ്സ് ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റുകയില്ല. ഞങ്ങൾ സ്നാനം ചെയ്യുന്നിടത്ത് ഡ്രസ്സ് മാറുകയില്ല, പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടേ മാറുകയുള്ളൂ. അതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ കണ്ടീഷൻ ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് സ്നാനം തരാം, ഞായറാഴ്ച വരുക, നാളെ നിങ്ങൾക്ക് സ്നാനം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞ് ശശിഭദ്രൻ പറഞ്ഞിട്ട് ഇങ്ങ് പോന്നു. ദൈവമല്ലേ കിട്ടിയത്. ഇവന്മാർക്ക് നിൽക്കാൻ പറ്റുമോ? 12 മണിയായി രാത്രി, ഇറങ്ങി വന്നു താഴെ. ശശിഭദ്രേ, എന്റെ കാര്യം ഞങ്ങൾ അതുപോലെ ചെയ്തോളാം. ഓ മൈ ഗോഡ്, ഞങ്ങൾ അതുപോലെ ചെയ്തോളാം. ശരി, 7 മണിക്ക് സ്നാനം തരാം. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ 10-40 ആൾക്കാരൊക്കെ വരുന്നുണ്ട് അന്ന്, അന്യജാതികളൊക്കെ. അപ്പൊ ഈ അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമേ നാളെ സൺഡേയില് നമ്മൾ സ്നാനം കൊടുക്കുവാണ് അമ്മാമ്മയുടെ മക്കൾക്ക്. അതുകൊണ്ട് അമ്മാമ്മ നമ്മുടെ ചർച്ചിലുള്ളവർക്ക് എന്തെങ്കിലും ബ്രെഡ് ഇറച്ചി ഉണ്ടാക്കിക്കോ, നമ്മുടെ ചർച്ചിലുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യാം, ഇവർക്ക് സ്നാനം കൊടുക്കുവാന്ന് പറഞ്ഞ് ആ ദിവസം 7 മണിക്ക് ഈ 2 കാന്താരികൾക്ക് സ്നാനം കൊടുത്തു. ചർച്ചിൽ പോയി സാക്ഷ്യവും പറഞ്ഞു, തിരിച്ച് നമ്മുടെ വീട്ടിലും വന്നു. ഞങ്ങളുടെ ഡ്യൂട്ടി തീരുക, കെട്ടഴിച്ചു. പിന്നെ അവര് കുറച്ച് ദിവസം കൂടി അവിടെ അമ്മാമ്മയൊക്കെ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് സ്വന്തം വീടൊക്കെ ഉണ്ടായിരുന്നു, സ്വന്തം വീട്ടിലേക്ക് പോയി. അപ്പൊ ഇവർക്ക് അങ്ങ് ലോകം മൊത്തം അങ്ങ് കോളളകി, ഗുണ്ടകൾ അങ്ങ് മാനസാന്തരപ്പെട്ട് ദൈവത്തിലായി. അപ്പൊ പോലീസ് എന്തോ ചെയ്തു, ഇവരുടെ കേസുകളെല്ലാം 10-25 കേസ് ഉണ്ടായിരുന്നു, കേസെല്ലാം ഇവരുടെ മാറ്റി. കൊലക്കുറ്റ കേസ് വരെ ഉണ്ടായിരുന്നു. ഏറ്റവും മൂത്ത ചെറുക്കനെ 2 ഇരട്ടയായിരുന്നു. കൊലക്കുറ്റ കേസിൽ നിന്ന് പോലും അവരെ വറിയാക്കി യുവമാരുടെ കേസ്. അല്ലെങ്കിൽ ഒരു ത്യോഹാർ വന്നാൽ യുവമാരെ അടച്ചിടുന്ന ഇല്ല, അങ്ങ് കളഞ്ഞ് യുവമാരെ വറിയാക്കി. ഏറ്റവും അവസാനമായിട്ട് ഞങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിച്ചതാണ്. ഒരാളിപ്പം അവര് BTH എടുത്തു, MD എടുത്തു, എല്ലാം പഠിച്ചു. ഒരാളിപ്പോ കോളേജിലെ ടീച്ചറാണ്, ഒരാൾ പാസ്റ്ററാണ്, സ്വതന്ത്രമായിട്ട് ചർച്ച ബോർഡിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഒരുത്തനൊരു സജി ലൂക്കോസ് എന്ന് പറയുന്ന ആളുണ്ട്, സജി ലൂക്കോസ്, അമേരിക്കയിലെ മറ്റേ പുള്ളിക്കാരൻ സജി ലൂക്കോസ് പാസ്റ്ററിന്റെ സംഘടനയുണ്ട് ഇവിടെ, ഉണ്ട് ഇവിടെ, അവിടെ നിൽക്കുന്നു. അങ്ങനെ 3 പേരും ഇപ്പൊ 3 സ്ഥലത്തായിട്ട് ഞങ്ങളെ കാണാൻ വരും. അമ്മയൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഈ ബോർച്ചി കാല് കുത്തിയാൽ ഞങ്ങളെ കാണാനായിട്ട് അവർ വരും. അവരിപ്പോഴും ജീവിക്കുന്നു. അതാണ് ഞങ്ങളെ കൊണ്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യിച്ച അത്. ഇനിയും പറഞ്ഞു നിർത്താം എന്റെ മക്കളുടെ കാര്യമാണ്. എന്റെ മക്കൾ പഠിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ചെയ്യും, വേല ദൈവം കൊണ്ട് തരുന്ന വേല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മക്കള് പഠിക്കാൻ നല്ല മിടുക്കരായിരുന്നു. എന്റെ മോള് പിന്നെ 11ാം ക്ലാസ്സിൽ എത്തിയപ്പോ എന്റെ മോള് പറഞ്ഞു, മമ്മി എനിക്ക് ഒന്ന് ഡോക്ടറുടെ ഉള്ളതിനുള്ള ഒരു ഇത് എഴുതണം, പരീക്ഷ ആദ്യം എഴുതണമല്ലോ, അതിന്റെ ഒരു പരീക്ഷ എനിക്ക് എഴുതണമെന്ന് പറഞ്ഞു. അതിനെന്താ മോളെ നീ എഴുതിക്കോ. അന്ന് അവക്കൊരു ദർശനം. അവള് വലിയൊരു കോളേജിൽ ഇരിക്കുക, അവിടെ പഠിപ്പിക്കുന്നത് സുവിശേഷം. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, വലിയൊരു കോളേജാ, പക്ഷെ അത് മെഡിക്കൽ കോളേജ് ഒന്നുമല്ല, അത് ബൈബിൾ കോളേജ്. അവിടെ യോഹന്നാന്റെ സുവിശേഷം ഒക്കെ അവിടെ പഠിപ്പിക്കുന്നു, അന്യഭാഷയിൽ ആൾക്കാർ. ഞാൻ പറഞ്ഞു, മോളെ തെറ്റി, നിനക്ക് മെഡിക്കൽ കോളേജിലൊന്നും പോകാൻ. ഓ ഞാൻ പോകത്തില്ല, ബൈബിൾ കോളേജിലൊന്നും എനിക്ക് കഴിയല്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. 12ാം ക്ലാസ്സിന് വന്നപ്പോഴും ഇവള് പറഞ്ഞു, എനിക്ക് പരീക്ഷ എഴുതണം.
ടെസ്റ്റ് എഴുതണം. എഴുതിക്കോ. എന്ന് ഇവൾ MBBS കാര്യം പറയുന്നു, അന്ന് ഇവളെ കാണിച്ചു കൊടുക്കുകയാ എവിടെയാ പോകണ്ടേ, എന്താ ചെയ്യണ്ടേ. കൊയറിൽ പാട്ട് പാടുന്നതും പുസ്തകങ്ങള് KP യോഹന്നാൻ സാറിന്റെ ബൈബിൾ കോളേജ് GFA എന്നുണ്ട് തിരുവല്ലയില്. 2000 എന്റെ മോള് ബൈബിൾ കോളേജ് 12 പാസ്സായിട്ട് പോവുക. 12 പാസ്സായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ അടി കൊള്ളുന്നില്ല, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ അങ്ങ് പോവുക. അപ്പൊ എന്റെ മോന് ഒരു ബാസ്കറ്റ് ബോൾ കളിക്കാരനാ, നല്ല മിടുക്കൻ ഒരു ചെറുക്കന. 6 അടി പൊക്കവും അപ്പന്റെ നീളവും, അപ്പനെ 6 അടി നീളമുണ്ട്, അത്രയും പൊക്കവും, വെളുത്തതാണെന്നേ ഉള്ളൂ. നല്ല ഒരു അവന് ബാസ്കറ്റ് ബോളിലെ എല്ലാ വർഷവും ഇവരുടെ ടീമാ ഫസ്റ്റ് വരുന്നത്. 12 വരെ പഠിച്ച് ജയിച്ചു. അപ്പൊ അവന് ഓഫീസ് റാങ്കിലോ ജോലി കിട്ടാനുള്ള സാധ്യത. അപ്പം ദൈവത്തിന്റെ അഗ്വായി വന്നിരിക്കുക, മോനെ നിന്നെ ഞാൻ വിളിച്ച് ദാവീദിനെ പോലെ എന്റെ ആടുകളെ മേയ്ക്കാനാ എന്നും പറഞ്ഞ് തീർന്നു. അവന്റെ ജോലിയും തീർന്നു. അപ്പോഴത്തേക്ക് അവന്റെ ജോലിയും തീർന്നു കഴിഞ്ഞ് മോള് പോയി. 2003 എന്റെ മോനും അതേ ബൈബിൾ കോളേജിലേക്ക് എന്റെ മോനും പോയി പഠിക്കുക. മോള് 2004 പഠിച്ചിറങ്ങി. 4 പഠിച്ചിറങ്ങി. അപ്പൊ അവള് ഹോസ്റ്റലിലായിരുന്നപ്പോഴത്തേക്ക് അവള് ഈ ഗരീബ് പിള്ളേരെ, അനാഥ പിള്ളേരുടെ ഹോസ്റ്റലില് ഇവിടെ വിടുവായിരുന്നു. ഞായറാഴ്ച ഇവര് അവിടെ പോയി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇവിടെ വന്നപ്പം ഒരു പാസ്റ്റർ അവർക്ക് ജോലി കൊടുക്കാം, അവരുടെ സ്കൂളില് ജോലി കൊടുക്കാൻ വിളിച്ചു. 1 വർഷം ചെയ്തു. പിന്നെ വർഷം അവള് പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകാനായിരുന്നു, ഞാൻ ഇതിനാ ബൈബിൾ കോളേജിൽ പോയത്, അതുകൊണ്ട് ഞാൻ പോയതുപോലെ നമുക്കും പാവങ്ങൾ പിള്ളേരെ എടുത്തു വളർത്താം. അപ്പൊ അവിടെ അച്ഛൻ ചോദിച്ചു, അയ്യോ നമ്മളെങ്ങനെ ഈ പാവങ്ങൾ പിള്ളേരെ വളർത്തുന്ന, ചെലവ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ദൈവം പുള്ളിക്കാരനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ദർശനം കൊടുത്തിട്ട് പുള്ളി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പേഴ്സ് ഉണ്ടെന്ന് കിടക്കുന്നത് കണ്ടു. അത് എടുത്ത് തുറന്നു നോക്കിയപ്പോ 30 രൂപ. അപ്പൊ ചോദിച്ചയ്യോ ഇതും കൊണ്ടാണോ ഞാന് ദൈവവേല ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ഒരു സൗണ്ട് കേട്ടു, ദുർഗവിലായിലുള്ള ആൾക്കാരുടെ പോക്കറ്റ് പൈസയ്ക്ക് കുറവില്ല, നീ പോ എന്ന് പറഞ്ഞു. അത് എന്നോട് വന്ന് കാണിച്ചു. ഞാൻ ദൈവം പറഞ്ഞതാണേ പോ. അങ്ങനെയായി ഞങ്ങൾ 2005 ചിൽഡ്രൻസ് മിനിസ്ട്രി തുടങ്ങി. 2005 പാവങ്ങള്, അത് അമ്മയില്ലാത്തതുകൊണ്ട് അപ്പനില്ലാത്തതുകൊണ്ട്, 2 പേരും അമ്മയും അപ്പനും ഉള്ളവരുണ്ട്, 2 പേരും ഇല്ലാത്തവരുണ്ട്. ഇപ്പൊ നമ്മുടെ ഹോസ്റ്റലിൽ 30 പിള്ളേരുണ്ട്. 30 പിള്ളേര് നമ്മുടെ ഹോസ്റ്റലിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ കൊറോണയുടെ സമയത്ത് 72 പേരുണ്ടായിരുന്നു. കൊറോണ സമയത്ത് എല്ലാരെയും പോയി ഓരോരുത്തർ വന്ന് ഇപ്പൊ 30 പിള്ളേര് നമ്മുടെ സ്കൂളിലായിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട്. എന്റെ മോനെ ഒരു NGOയുടെ കൂടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഒരു NGOയുടെ കൂടെ. അത് മോൻ ഇവിടെ തന്നെയുണ്ട്, വീട്ടിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. മരുമോളും ഒരു കുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞുണ്ട്. അവര് ലണ്ടനിലാണ് ഇപ്പൊ. മോൻ പോയില്ല. മോന് ദൈവവേലയിലുള്ള ലണ്ടനിലൊന്നും പോയാൽ മോന്റെ ഞങ്ങളോട് കൂടെ നിന്ന് വേല ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ തന്നെയുണ്ട് മോൻ. ഞങ്ങള് മൊത്തം ഇവിടെയുണ്ട്. ഇനിയും എനിക്ക് എന്റെ കേൾവിക്കാരോട് പറയാനുള്ളത് ഇതേ ഉള്ളൂ. നിങ്ങൾ എന്നെ കേട്ടെങ്കിലും ഈ ക്രിസ്ത്യാനിയുടെ ദൈവം എങ്ങനെ എന്റെ ദൈവമായെന്നെ, എങ്ങനെ എന്നെ കയറിട്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ജനങ്ങളോടുള്ള ഉദ്ദേശം, ഈ യേശു ക്രിസ്തു അല്ലാതെ ഒരു മാർഗമില്ല. ഫിലോസഫിയിൽ പറയുന്നത് പോലെ പല വഴികളൊന്നുമില്ല. സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രം. യഹോവയാകുന്ന ദൈവം, ആ യഹോവയാകുന്ന ദൈവമാണ് നമ്മളിപ്പോ വിളിക്കുന്ന യേശു ക്രിസ്തു. നമുക്ക് വേണ്ടി ജീവൻ, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. യേശു ക്രിസ്തു രക്തമൊഴിക്കൽ എന്തിനാന്ന് ചോദിച്ചാൽ രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. ഈ ലോകത്തിന് ബൈബിൾ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിയുടെ പുസ്തകമെന്നല്ല. ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡ് മീനിങ് കളക്ഷൻ ഓഫ് ബുക്സ്, പുസ്തകങ്ങളുടെ കൂട്ടം എന്ന് മാത്രമാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, അർത്ഥം. പിന്നെ അതിനെ ഇപ്പം ലെറ്റേഴ്സ് ആയിട്ട് തിരിച്ചു ആൾക്കാർ പറയുന്നുണ്ട്. ബി എന്ന് പറഞ്ഞാൽ ബിഫോർ, ഐ എന്ന് പറഞ്ഞാൽ ബിഫോർ ബൈബിള്, ബിഫോർ. ഇപ്പൊ അതിനെ ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുടെ കൂട്ടം എന്ന് മാത്രമാണ്. ആ ബൈബിൾ ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് പുതിയ നിയമം, പഴയ നിയമം എന്ന് പറയുന്ന പുസ്തകം. അതിൽ പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണുന്ന യഹോവ ദൈവം തന്നെയാണ്. പുതിയ നിയമത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് ആ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു.
അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇത്ര അധികാരത്തോടെ പറയുന്നത്, അയാം, ഞാൻ മാത്രം, ഞാൻ മാത്രം, അയാം, I am the light of the world. I am the bread of life. I am the way, the truth and life. I am the resurrection and life. അത് കർത്താവ് തന്നെ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഞാൻ ജീവിപ്പിക്കും, ഞാൻ ജീവിപ്പിക്കും. അത് ലാസറിനെ ജീവിപ്പിച്ച് ഈ ലോകത്തിൽ കാണിച്ചു. എന്താന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ എനിക്ക് ജീവിപ്പിക്കാൻ അറിയാം, പക്ഷെ പിന്നെ ലാസർ മരിച്ചു. അത് കഴിഞ്ഞ് നമുക്കൊരു ലോകമുണ്ട്. ഇതാർക്കും അറിഞ്ഞുകൂടാ. ഇത് മതപരിവർത്തനം, മതപരിവർത്തനം എന്നും പറഞ്ഞ് സുവിശേഷത്തെ തടഞ്ഞു നിർത്തുന്നതായ ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളുമാണ് ഈ ലോകത്തെ ഇന്ന് ഭരിക്കുന്നത്. ആരാ? ദൈവമല്ല. ദൈവത്തിന്റെ കരങ്ങളിലാണ് ഈ ലോകമെങ്കിലും, ദൈവ സൃഷ്ടിയാണെങ്കിലും എന്റെയാണ്, എന്റെയാണ്, എന്റെയാണെന്നും പറഞ്ഞ് അധികാരം പിടിച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ ഒരു ദൈവമുണ്ട്. അത് ലൂസിഫർ ആകുന്ന ദൈവം. ആ ലൂസിഫറിന്റെ ആണ് അതിനെ ഇപ്പം സാത്താൻ, ഏതൻ തോട്ടത്തിൽ ആദത്തിലെ അവ്വായെ വഞ്ചിച്ച ആ സാത്താൻ എന്ന് പറയുന്ന ആളിന്റെ കയ്യിലാണ് ഇനിയിപ്പം ഈ ലോകം ഇരിക്കുന്നത്. എന്നാൽ ഇത് നിയന്ത്രണമെല്ലാം യഹോവയാം ദൈവത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ആണ്. യേശുക്രിസ്തു പറയുന്ന പോലെയാണ് അവൻ നിയന്ത്രിക്കുന്നത്. അല്ലാതെ മതപരിവർത്തനം എന്ന് പറഞ്ഞ് ഇന്ന് ജനങ്ങള് യേശുവിന്റെ പേര് പോലും പറയാൻ ഞങ്ങളുടെ ഈ ദേശത്തെ, ഈ ഛത്തീസ്ഗഡ്, ഈ ദുർഗില് അവകാശമില്ല. ഞങ്ങൾക്ക് ഒരു കേക്ക് പോലും ക്രിസ്മസിന് വാങ്ങിക്കാനായിട്ട് കടകൾ പോലും അടപ്പിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മതം പ്രചരിപ്പിക്കാനല്ല ഇവിടെ വന്നത്. യേശു ക്രിസ്തു സൃഷ്ടി കർത്താവാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ലോകത്തിലുള്ളവരെ, മരിച്ചു കഴിഞ്ഞ് രണ്ട് വഴിയുണ്ട്. ഒന്ന് സ്വർഗരാജ്യം, ഒന്ന് നരകരാജ്യം. ഈ രണ്ട് വഴിയുണ്ട്. ആ സ്വർഗത്തിൽ പോകാനുള്ള വഴി, ഐ ആം ദ വേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല എന്ന് പറഞ്ഞ ഒരേ ഒരാൾ യേശുക്രിസ്തുവാണ്. സത്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. പീലാത്തോസിനോട് അന്നത്തെ ഗവർണർ ക്രൂശിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ശിക്ഷിക്കുമ്പോൾ, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചപ്പോൾ, നീ തന്നെ പറയുന്നു, ഞാൻ ഈ രാജ്യം എന്റെ അല്ല, എനിക്ക് വേറൊരു രാജ്യമുണ്ട്, അപ്പൊ നീ രാജാവ് തന്നെ അല്ലേ എന്ന് പറഞ്ഞ് പീലാത്തോസിന് പേടിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ സത്യത്തിന് സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നത്. സത്യം ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ബൈബിളാണ്. ഒരേ ഒരു ഗ്രന്ഥം. അത് ക്രിസ്ത്യാനിയുടെ ഗ്രന്ഥമല്ല. ക്രിസ്ത്യാനികൾ അതിനെ വായിച്ച് ക്രിസ്തുവിന്റെ അനുയായികളാകുമ്പോൾ ലോകത്തിൽ മതം ഇതൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല. മതവോ ഇതൊന്നും, ജാതിയോ മതവോ ഇതൊന്നും ദൈവത്തിന്റെ സൃഷ്ടിയല്ല. ദൈവം ആണിനെയും പെണ്ണിനെയും മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. മതങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യരാണ്. ആ മനുഷ്യർ, ഈ മതങ്ങൾ നമ്മളെ എവിടെ വരെ കൊണ്ടുപോകും? മനുഷ്യൻ നമ്മളെ കുഴി കൊണ്ട് അടക്കിയിട്ട് അവരിങ്ങ് പോകും. നമ്മൾ മരിച്ചു കഴിഞ്ഞ് എവിടെ പോകും? അത് അവർക്കറിയണോ? ആ മരിച്ചു കഴിഞ്ഞ് പോകാനുള്ള വഴിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു അല്ലാതെ വേറൊരു വഴിയില്ല. അത് എന്തു പറഞ്ഞാലും ശരി, അതിനുവേണ്ടി ഞാൻ ദൈവം വിളിച്ചു നിർത്തി എന്നെ വെടിവെച്ചാലും ഞാൻ ധൈര്യമായിട്ട് നിന്നു കൊടുക്കും. വെടിവെച്ചു. എന്നാലും ഈ കർത്താവല്ലാതെ ഒരു സത്യമില്ല, ഒരു ദൈവമില്ല. നിങ്ങളെ വിളിക്കുന്ന, ഞാൻ മറ്റേ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അതെ, വിഗ്രഹം, ഞാൻ എന്റെ മഹത്വം വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ഞാനാണ് ഇതിന്റെ അധികാരി, ഞാൻ മാത്രം. അയാം 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 എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു. സ്വർഗരാജ്യത്തിൽ പോകുന്നത് നിങ്ങൾ ഏത് മതസ്ഥരാകട്ടെ, ഏത് ജാതികളാകട്ടെ, ഏത് സ്റ്റേറ്റിലുള്ളവരാകട്ടെ, ഏത് രാജ്യത്തിലുള്ളവരാകട്ടെ, ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ഒരു പൂജയോ, നിങ്ങളുടെ വിളക്കോ, നിങ്ങളുടെ തേങ്ങായോ, നിങ്ങളുടെ ചന്ദനത്തിരിയോ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ആത്മാവാണ്. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾ എന്റെ മന്ദിരമാകുന്നു എന്നാണ് ദൈവം പറയുന്നത്. പക്ഷെ നമ്മുടെ മന്ദിരത്തെ ശുദ്ധമാക്കണമെങ്കിൽ നമ്മുടെ മന്ദിരത്തിൽ ഇരിക്കുന്ന ഈ അഴുക്കുകളെല്ലാം കളഞ്ഞ് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തിയാൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ കർത്താവിന്റെ കൂടെ നമുക്ക് പോകാം. ഞാനേ മുന്തിരിവള്ളി, സാക്ഷാൽ മുന്തിരിവള്ളി ഞാൻ തന്നെ, എന്നിൽ വസിപ്പിൻ
എന്നാണ് കർത്താവ് പറയുന്നത്. എന്നിൽ വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോവുകയില്ല, മരിച്ചാലും ഞാൻ ജീവിപ്പിക്കും, മരിച്ചാലും ഞാൻ ജീവിപ്പിക്കും എന്ന് പറഞ്ഞ ഒരേ ഒരു ദൈവം ഈ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് മതപരിവർത്തനം എന്നും പറഞ്ഞ് ആരും വഴക്കു പിടിക്കേണ്ട. കാര്യം നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം ലോക സ്ഥാപനത്തിന് മുന്നമേ സ്വർഗ രാജ്യത്തിൽ പോകാനുള്ള ആൾക്കാരുടെ പേര് ദൈവം തന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനൊരു തെളിവായിട്ട് ഞാൻ ഒരു വാക്യം വായിക്കാം. എഫെസ്യർ പുസ്തകം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം, അതിന്റെ അകത്ത് 1:4-5 ഇങ്ങനെ പറയുന്നു. എങ്ങനെ എഴുതിയിരിക്കുന്നെന്ന് ചോദിച്ചാൽ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. നമ്മെ അവന് തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം, ലോകസ്ഥാപനം മുന്നമേ നമ്മെ തെരഞ്ഞെടുത്തു, എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്, നമ്മൾ അന്യജാതിക്കാരാ, നമ്മളെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് തന്നെ പറയുന്നു, ഞാൻ കാണാതെ പോയ ആടുകളെ തേടി വന്ന എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. സുവിശേഷം ഇപ്പൊ പ്രചരിപ്പിക്കാൻ തടസ്സം വന്നിരിക്കുന്നേ, കർത്താവിന്റെ ആടുകൾ കേട്ടാൽ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേട്ട് എന്നെ പിന്തുടരും. അതിൽ നിന്ന് മനുഷ്യരെ തടയാൻ വേണ്ടിയാണ് ഇന്നിപ്പോ സുവിശേഷത്തിനെതിരായിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, ഈ ലോകത്തിന്റെ പ്രഭു. അപ്പം എന്നെ ഈ ലോകത്തിന്റെ പ്രഭു എത്ര പറയാൻ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാളത്തിന്റെ ഗോപുരം അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാതാളം, സാത്താന്റെ ഗോപുരത്തിന് അതിനെ ഒന്നും ചെയ്യാൻ പറ്റും, കൊല്ലുമായിരിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദേഹത്തെ കൊല്ലുന്നവനെ നീ ഭയപ്പെടണ്ട, ദേഹം കൊടുത്തു. ദേഹത്തെയും ദേഹിയെയും കൊല്ലാൻ കഴിവുള്ളവനെ നീ ഭയപ്പെട്ടാൽ മതി. ദേഹത്തെയും ദേഹിയെയും കൊല്ലാൻ കഴിവുള്ളവനാണ് നമ്മുടെ യേശു ക്രിസ്തു. അവനെ ഭയപ്പെട്ടാൽ മതി. അല്ലാതെ വേറെ ഈ ലോകത്തിലുള്ള ഒരു ശക്തിയെ, ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അത് പ്രകാശിത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്തവർ, ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അത് ആന്റി ക്രൈസ്റ്റിന്റെ പ്രവാചകന്റെ ഒക്കെ സമയത്ത് നടക്കുന്നതാണ്. അത് ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മുടെ പേര്, അത് നമ്മൾ ഞങ്ങളെ അങ്ങനെ തിരിച്ചു വിളിച്ചു 40-ാമത്തെ വയസ്സിൽ. ഇത്ര അത്യപ്രസംഗികളായിരുന്നേ കയറ് കെട്ടി പിടിക്കാമെങ്കിൽ ഈ ലോകത്തിലേത് ഗുണ്ടകളാ, കൊലപാതകിയാണോ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കും. മദ്രാസിലെ മോൻ 2 പേരെ കൊന്നു കഴിഞ്ഞാ ദൈവം തിരിച്ചു വിളിച്ചത്. അവന്റെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ അയാളെ കഴുകനെ പോലെ 4 വശത്തും പറക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ആ സഹോദരൻ വന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഈ സംഭവം നടക്കുമ്പോ. അപ്പൊ ഞാനൊന്ന് വിശ്വസിച്ചു, ഇവൻ എന്തോ ആയിരിക്കും ഈ പറയുന്നേ, അത് എല്ലാം അങ്ങ് മറന്നു പോയോ എന്ന് നോക്കിയപ്പോ അവൻ കരഞ്ഞോണ്ട് അവന്റെ ആൾക്കാരും തന്നെ സാക്ഷ്യം പറയുവാൻ, ഞാൻ ആരാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് ആ സാക്ഷ്യം പറയുന്നത് ഞാൻ പോയി കേട്ടതാ. കഴുകനെ പോലെ ഇന്ന് പറത്തുകയാണ്. അത് അവനെ എതിർക്കുന്നവരും ഉണ്ട്, എന്നാൽ ദൈവം അനുകൂലം, പിന്നെ പ്രതികൂലവാർ. അങ്ങനെ നിങ്ങൾ ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതസ്ഥരായിക്കോട്ടെ, ഏത് വംശജരായിക്കോട്ടെ, അതൊന്നും ദൈവത്തിന്, യേശുവിന് കാര്യമല്ല. നിങ്ങൾ യേശുവിൽ, അവന്റെ വചനത്തിൽ വിശ്വസിക്കണം. ബൈബിള് വായിച്ചാൽ മതി. യഹോവ എന്റെ ഇടയനാകുന്നു, നമ്മുടെ ഇടയൻ, നമ്മുടെ ആട്. അവൻ നമുക്ക് പച്ചയായ പുൽപ്പറങ്ങളിൽ കിടത്തുകയും സ്വച്ഛമുള്ള വെള്ളം നമുക്ക് ബൈബിളിനെ തരും, നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും. അവസാനം ഐ വിൽ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ. നമ്മള് ദൈവത്തിന്റെ സ്വർഗ രാജ്യത്തിൽ എന്നേക്കുമായിട്ട് നമുക്ക് വസിക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും നിങ്ങൾക്ക് കുളിക്കാൻ ഒരു സ്ഥലമില്ല, അവിടെ വന്ന് നിങ്ങളെ തേടിപ്പിടിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, എന്നാ പാപിയാണെങ്കിലും, നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞ ഓമ്പാണെങ്കിലും അവൻ ചുമപ്പിച്ചിട്ട് അവന്റെ രാജ്യത്തിലാക്കുവാൻ വേണ്ടി അവൻ നിങ്ങളെ തെരഞ്ഞെടുക്കും. എന്നെ കേൾക്കുന്ന ജനങ്ങളെ, അതുകൊണ്ട് മതപരിവർത്തനം, മതം ആരെ എങ്ങും കൊണ്ടെത്തിക്കുന്നില്ല. മനസ്സാണ്, നമ്മൾ ദൈവത്തിന്റെ അമ്പലമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ എന്നെ കേൾക്കുന്ന ജനങ്ങളോട് എനിക്കിതേ പറയാനുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ, ബൈബിള് വായിപ്പിൻ. ആരും പറയുന്നതല്ല, സ്വയം
അത് ക്രിസ്ത്യാനിയുടെ പുസ്തകം എന്നും പറഞ്ഞ് മാറ്റി വയ്ക്കാതെ ഇതിൽ എന്തുണ്ടെന്ന് ഒന്ന് വായിച്ച്, ഞങ്ങളങ്ങനെ വായിച്ചാണ് ഞങ്ങളെ ദൈവം വിളിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു അല്ലാതെ ഹല്ലേലൂയ ഒരു ദൈവം ഈ ലോകത്തിനില്ല. അതുകൊണ്ട് നിങ്ങള് എന്നെ തെരഞ്ഞെടുത്തതല്ല, നമ്മളാരും ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തതല്ല, ക്രിസ്തു നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ഇതാണ് സത്യം. നമ്മൾ ആരും ക്രിസ്ത്യാനി ആയതല്ല. ക്രിസ്ത്യാനി ആയവരെല്ലാം ക്രിസ്തു മുഖാന്തരം ക്രിസ്തു തെരഞ്ഞെടുത്തവരാണ്. എന്തിനാ പോയി ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനുമാണ്. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയുവാനുള്ളത്, എന്നെ കേൾക്കുന്ന പ്രിയജനങ്ങളെ, മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു നിത്യജീവൻ, നിത്യജീവൻ, ഒരു അനന്തമായ ജീവൻ. ഇവിടെ നമുക്ക് സങ്കടമുണ്ട്, മരണമുണ്ട്, വിലാപമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ നിത്യജീവനിൽ ദൈവം ക്രിസ്താവ് തരാമെന്ന് പറഞ്ഞ ജീവനിൽ അവിടെ മരണമില്ല, അവിടെ ഹല്ലേലൂയ കഷ്ടതയില്ല, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു സ്വർഗ രാജ്യം ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുക. ഇനി കർത്താവ് ഇങ്ങോട്ട് വരാനുള്ള താമസമാണ്, ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കാനുള്ളതിന്. അതുകൊണ്ട് ആ സ്വർഗ രാജ്യത്തിൽ പോകാൻ കർത്താവിൽ വിശ്വസിക്കുക, ബൈബിളിൽ വിശ്വസിക്കുക. പിന്നെ അല്ല എങ്കിൽ ഇപ്പോൾ ഈ പോകുന്ന ലോകം, വിശാലമായ ലോകത്തോട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കാം, എങ്ങനെ വേണേലും ജീവിക്കാം. അവസാനം നിങ്ങൾ കുഴിയിൽ ചെന്ന് ചാടും, അനന്ത നരകം, ആകവർ ഗന്ധം, ജലത്തെ തീയ, ആളിക്കത്തുന്ന തീയയിലേക്ക് നിങ്ങളെ വലിച്ചെറിയും. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞവർക്ക് കർത്താവ് തന്ന ഡ്യൂട്ടിയാണ് എന്റെ സാക്ഷികളാവുകയും. അതുകൊണ്ട് ഈ സാക്ഷ്യം ഞാൻ ഇവിടെ പറയുന്നത്, എന്നെ തിരിച്ചു വിളിച്ച കർത്താവിന്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഒരു അനന്ത ജീവനും ഒരു അനന്ത നരകവും ഉണ്ട്. അനന്ത ജീവനിൽ പോവാൻ ക്രിസ്തുവിന്റെ മാർഗം ബൈബിൾ, അനന്ത നരകത്തിൽ പോവാൻ ഇപ്പൊ പോകുന്നത് പോലെ അങ്ങ് ജീവിച്ചാൽ മതി. അതെ, ഞാൻ രക്ഷപ്പെട്ടതുപോലെ കർത്താവ് എന്നെ തിരിച്ചു വിളിച്ച് രക്ഷപ്പെടുത്തി, ഞങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയതുപോലെ ഞങ്ങളും അനേകരെ പറഞ്ഞ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എന്നെ കേൾക്കുന്ന ജനങ്ങളും അത് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. എനിക്ക് അവസരം തന്ന ഈ ജോയ്സ് ടിവിയോടുള്ള നന്ദി കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ജനങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, വേഗം വരാനുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ഹൃദയംഗമമായ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു എവരിബഡി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. ജോയ്സി ടിവിയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ആൻറ്റി. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും കേൾക്കുവാനിടയായി തീർന്നു. ആൻറ്റിയെ കർത്താവ് ഇത്രത്തോളം ഉപയോഗിക്കുന്ന വാർദ്ധക്യത്തിൽ അധികം ഫലം കായ്ക്കുന്ന ദൈവത്തിൻ്റെ വചനം പോലെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ധാരാളം ഉപയോഗിക്കട്ടെ. താങ്ക് യു ആൻറ്റി. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ആൻറ്റി, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പച്ച. ഈ നല്ല സമയത്തിനായി നന്ദിയുടെ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. മനമേ യഹോവയെ വാഴ്ത്തുക. ഒരു വർഷം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. 25 നിന്ന് 26 വന്ന് കർത്താവേ, ഹല്ലേലൂയ. 25 അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാകണമേ. എന്തൊക്കെ ഇനിയും പൂർത്തീകരിക്കാനുണ്ടോ അതെല്ലാം കർത്താവെ 26 വേഗം പൂർത്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എനിക്ക് അവസരം തന്ന ജോയ്സ് ടിവിയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതിന്റെ മൊത്തം കുടുംബത്തെ കർത്താവിന്റെ രക്തത്താൽ മുദ്രയിടുകയാണ്. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടിയാട്ടിക്ക് ഇതുവരെ തന്ന, അല്ലെങ്കിൽ ഇതുവരെ ഈ നിമിഷം വരെ അടിയാട്ടിയെ പോറ്റിയ ഈ ദൈവത്തിലേക്ക് ഞാൻ വീണ്ടും എൻ്റെ ഹല്ലേലൂയ ശരീരം, ദേഹം, ദേഹി, ആത്മാവ് സമർപ്പിക്കുകയാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. പ്രാർത്ഥന അവിടുത്തെ പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. കേൾക്കുമാറാകണമേ പിതാവേ. ആമീൻ, ആമീൻ, ആമീൻ.